എല്ലാവർക്കും നമസ്കാരം. ലെറ്റ്സ് ടോക്കിലേക്ക് സ്വാഗതം. ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളിന്ന് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ചോദ്യം ഇതാണ്, ഇപ്പോൾ കാറ്റ് എങ്ങോട്ടാണ് വീശുന്നത്? അഭിപ്രായ സർവേകളുടെ ഒരു സംഭവം മാത്രമേ നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളൂ. അതിൽ പ്രധാനമായിട്ട് അത് വിശ്വസിച്ച് പറയുകയാണെങ്കിൽ UDF അനുകൂലം ആണെന്നുള്ള രീതിയിലാണ് മൊത്തത്തിലുള്ള സർവേകൾ വരുന്നത്. ഈ UDF അനുകൂലം എന്ന് പറയുമ്പോൾ UDF 2019 19 സീറ്റ് കിട്ടിയതാണ്. അതിനനുകൂലം എന്ന് പറഞ്ഞ് 20 സീറ്റ് കിട്ടണം. പക്ഷെ അനുകൂലം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ കാണുന്ന സർവേകൾ മുഴുവൻ 15 സീറ്റേ പറയുന്നുള്ളൂ. അപ്പോൾ ശരിക്കും LDF അനുകൂലമാണെന്നാണ് പറയേണ്ടത്. ആ ലെവലിൽ നോക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞുള്ളത് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു തരംഗം ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന് മാത്രം കണ്ടെത്താൻ കഴിഞ്ഞുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ സർവേ നോക്കുമ്പോൾ അങ്ങനെ ഒരു തരംഗം ഉണ്ട് താനും. കാരണം വെച്ചാൽ ഇങ്ങനെയൊക്കെ ഭരിച്ചിട്ടും 5 സീറ്റിൽ ജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണല്ലോ അഭിപ്രായ സർവേകൾ പറയുന്നത്. അപ്പോൾ അതൊരു നിസ്സാര കാര്യമായിട്ട് നമുക്ക് കൂട്ടാൻ കഴിയില്ല. അപ്പോൾ തന്നെ ചില സ്ഥലങ്ങളിൽ BJP അക്കൗണ്ട് തുറക്കോ എന്നുള്ള ഒരു ശങ്ക എല്ലാവർക്കും ഉണ്ട്. തുറക്കോ എന്ന് ചോദിച്ചാൽ എൻ്റെ മണ്ഡലം തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയാണല്ലോ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാറ്റ് അവിടെ വീശുന്നുണ്ട്. ഉണ്ട്. അതായത് അവർ ജയിക്കുന്നതല്ല, ജയിക്കാൻ സാധ്യതയുള്ളൊരു പട്ടികയിലേക്ക് BJPയുടെ സ്ഥാനാർത്ഥി വരിക എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പുതുമയുള്ള കാര്യമാണ്. അവർക്ക് വോട്ടിംഗ് ശതമാനം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2015 15.64% വോട്ട് അവർ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ ഒരു പോരായ്മ അല്ലെങ്കിൽ നമ്മുടെ ഇലക്ഷൻ നിയമങ്ങളുടെ ഒരു പോരായ്മ എന്ന് പറയുന്നത് നമ്മളെല്ലായിടത്തും പാലിച്ചിട്ടുള്ള ആനുപാതിക പ്രാതിനിധ്യം ഇലക്ഷനിൽ കൊടുത്തിട്ടില്ല. അതായത് നമ്മൾ സംവരണത്തിലായാലും മറ്റെന്ത് എല്ലായിടങ്ങളിലും നമ്മൾ ഈ ആനുപാതിക പ്രാതിനിധ്യം ഉണ്ട്. ഇവിടെ നിങ്ങൾ എത്ര ശതമാനം വോട്ട് പിടിച്ചാലും ജയിച്ചാലേ പ്രാതിനിധ്യം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ഇലക്ഷനിൽ 7 സീറ്റിൽ നിയമസഭാ ഇലക്ഷനിൽ 2020 സ്ഥാനാർത്ഥികൾ നിർത്തിയിരുന്നു. അവർ ഏവറേജ് 15% വോട്ട് പിടിച്ചു. പക്ഷെ അവർക്ക് 15% വോട്ട് പിടിച്ച ആളുകൾക്ക് ഒരിക്കലും നിയമസഭയിൽ പ്രാതിനിധ്യം ഇല്ല. ഇത് ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ ഒരു സംഭവമാണ്. അതുകൊണ്ട് അത് ഞാനും ആലോചിക്കാറുണ്ട്. ഈ ഒരു പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന വിഷയം, അത് നമ്മുടെ ഈ വികസിത രാജ്യങ്ങൾ, ഇപ്പോൾ ചില രാജ്യങ്ങളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അവിടങ്ങളിൽ ആ രീതിയിലാണ് അതിൻ്റെ ഡെമോക്രസി അവിടെ ഫങ്ഷൻ ചെയ്യുന്നതെന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഈ ലോക്സഭാ ഇലക്ഷനും അതോടൊപ്പം ഉള്ള കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ കേട്ടിരുന്ന കാര്യമാണ് ഇലക്ഷൻ ഏകീകരണം, 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ അത് വന്ന സമയത്തും ഞാൻ ആ ഒരു പോളിസിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഗതി, അതിനോട് ഒറ്റയടിക്ക് എനിക്കൊരു യോജിപ്പൊന്നുമില്ല. കാരണം അതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം ഇത് മുന്നേയും ഏകീകരിച്ചിട്ട് പിന്നീട് അത് ഇതുപോലെ എത്തി വന്നതാണ്. അപ്പോൾ ഏകീകരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ ഏകീകരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഇങ്ങനെയും കൂടി ഒരു സംഗതി കൊണ്ടുവന്ന് ഇലക്ഷൻ്റെ ആ ഒരു സിസ്റ്റത്തിന് ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചാൽ എന്തെങ്കിലും ഗുണമുണ്ടാവും. പ്രത്യേകിച്ച് ഈ ഒരു പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന സംഗതി, അതിനോട് എന്താണ് അഭിപ്രായം? ഈ ബഹുസ്വരതയെ നഷ്ടപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഇത്തരം സാധനങ്ങൾ. ഈ 1 നേഷൻ 1 ഇലക്ഷൻ എന്നൊക്കെ പറയുന്നതൊക്കെ ഈ ഏകീകരിക്കുക എന്ന് പറയുന്നത് നമ്മൾ വ്യക്തി ജീവിതത്തിൽ ഒരാളും പാലിക്കാത്തൊരു കാര്യമാണ് ഏകീകരണം. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു മൂന്ന് ചേട്ടനരിയന്മാരുള്ളൊരു കുടുംബമാണ് വിചാരിക്കുന്നത്. 3 പേര്. എന്താ അവർക്ക് എന്തിനാ അവർ സെപ്പറേറ്റ് ജീവിക്കുന്നത്? അവർ ഇൻഡിവിജ്വാലിറ്റിക്ക് വേണ്ടി അവരുടെ സമാനത്തിന് വേണ്ടിയാണ് അവർ ജീവിക്കുന്നത്. നിങ്ങൾ പേഴ്സണലായിട്ട് പാലിക്കാത്തൊരു കാര്യമാണ് ഏകീകരണം. ഏകീകരിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല ഒരു സൊസൈറ്റിയിൽ. അങ്ങനെ നിങ്ങൾക്ക് ഒരു സ്വതന്ത്രമായ ജീവിതം വേണമെങ്കിൽ ഇൻഡിവിജ്വാലിറ്റി പരിചയ അതിലെല്ലാത്തിനും നമ്മൾ പരിഗണിക്കപ്പെടണം. നമ്മൾ പറഞ്ഞ കാര്യം, നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ഈ ആനുപാതിക പ്രാതിനിധ്യം ഈ ഇലക്ഷനിൽ കൊടുത്തില്ല. അതുപോലെ തന്നെ വ്യക്തികൾക്കാണ് വോട്ട് ചെയ്യുന്നത്. രാഷ്ട്രീയ പാർട്ടി നിർത്തിയ വ്യക്തികൾക്ക് വോട്ട് ചെയ്യുന്നു. പാർട്ടിയുടെ മറ്റേ മാനിഫെസ്റ്റോ ഉണ്ടല്ലോ, അവരെന്ത് നടപ്പാക്കും അത് വെച്ചല്ല വോട്ട് ചെയ്യുന്നത്. പാർട്ടിക്കാണ് വോട്ട് കൊടുക്കുന്നതായിരുന്നു വിചാരിക്കുക. അപ്പോൾ ആ പാർട്ടിയുടെ പ്രഖ്യാപനങ്ങൾ തൊട്ട് ജനങ്ങൾ വോട്ട് ചെയ്താൽ, ഇത് വ്യക്തിക്ക് വോട്ട് കൊടുക്കുമ്പോൾ KM മാണി കഷ്ടകാലത്തിന് പാലയിൽ ഒരു വട്ടം ജയിച്ചാൽ പിന്നെ അദ്ദേഹം അവിടെ എല്ലാ മരിച്ച വീട്ടിലും പോകുന്നു, മറ്റേ ചോറൂടിന് പോകുന്നു, മാമോദിസ മുങ്ങാൻ പോകുന്നു, മുങ്ങുന്നോർത്ത് പോകുന്നു. അപ്പോൾ എന്താ വെച്ചാൽ എല്ലാ വീടുകളിലും എത്തിയപ്പോൾ അയാൾ പിന്നെ ഏത് കാലത്തും അയാളെ തന്നെ ജനം തിരഞ്ഞെടുക്കുന്ന രീതിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അവിടെ അയാളുടെ മാനിഫെസ്റ്റോ പ്രശ്നമല്ല. പക്ഷെ KM മാണിയുടെ പാർട്ടി അതിൻ്റെ നയം അനുസരിച്ചാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെയല്ല വരിക.
ഇന്ന് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു LDF തന്നെ UDF തന്നെ കാലങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? വേറൊരു കക്ഷിക്ക് ജയിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടില്ല. അപ്പോൾ അവരുടെ എല്ലാ പരീക്ഷണങ്ങളും ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നുള്ള രീതിയിൽ വിലയിരുത്തും. അവർക്ക് MLA MP ആവാൻ കഴിയില്ല. പക്ഷേ മാനിഫെസ്റ്റോ അനുസരിച്ച് ആ പാർട്ടി നിൽക്കുകയും അതിന് 10% വോട്ട് കിട്ടിയാൽ 140 മണ്ഡലങ്ങളിൽ 14 നിയമസഭാ സീറ്റ് അതിന് ഉറപ്പുവരുത്തുകയും ചെയ്യുകയാണെങ്കിൽ ആ പാർട്ടിയുടെ ആശയം അവിടെ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ നമ്മളുടെ ഈ തെരഞ്ഞെടുപ്പ് അതല്ലെങ്കിൽ ഈ ഒരു സംവിധാനത്തിലെ ചില പ്രശ്നങ്ങൾ കൂടി നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മുടെ ജനാധിപത്യം തകർന്നത് അവിടെ വെച്ചാണ്. ശരിക്കും ഇതിന് ആനുപാതിക പ്രാതിനിധ്യം ഒരു കക്ഷിക്ക് പ്രാധാന്യം കൊടുക്കും. ഈ കക്ഷി എന്ത് പറയുന്നു, വിവിധ വിഷയങ്ങളിൽ ആ പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് നോക്കി വോട്ട് ചെയ്യാനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല. ഇന്നും നമുക്കൊരു കാര്യം പറയാം. ഇപ്പം ഇവിടെ എന്തുകൊണ്ടാണ് LDFന്റെ കക്ഷികൾ പല സ്ഥലത്തും ജയിക്കുമെന്ന് പറയാൻ തോന്നുന്നത്? ഒരു പാർട്ടിയാണ് ഇലക്ഷൻ എന്ന് വെച്ചാൽ അങ്ങനെ പറയില്ല. ആ പാർട്ടിയാണ് ജയിക്കുന്നത്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നിയമസഭയിൽ നിൽക്കുന്ന ചില വ്യക്തികളെ നോക്കുകയാണ്. രാധാകൃഷ്ണൻ പാർട്ടി എത്ര അഴിമതി നടത്തിക്കോട്ടെ, അതായത് ആലത്തൂർ നിൽക്കുന്ന രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ പാർട്ടി എത്രമാത്രം അഴിമതി കുളിക്കുന്നു, എത്ര ബോംബ് ഉണ്ടാക്കുന്നു, എത്ര പേരെ കൊല്ലുന്നു, ഇതൊന്നും ജനങ്ങൾക്ക് വിഷയമില്ല. അയാള് നല്ല ആളാണെന്ന് നോക്കി ചിലപ്പോൾ പക്ഷേ ആളുകൾ വോട്ട് ചെയ്യും. ഇത് ജനാധിപത്യത്തിന്റെ പോരായ്മയാണ്. അല്ലെങ്കിൽ നമുക്ക് മറ്റേതാണെന്ന് വെച്ചാൽ 30% വോട്ട് ഇവിടെ LDFന് ഏത് സാഹചര്യത്തിലും ഉണ്ടായിരിക്കും, ഇല്ലേ? അതായത് അവരെന്ത് ചെയ്താലും LDF എന്ന് പറഞ്ഞ പാർട്ടി എന്ത് ചെയ്താലും 30% വോട്ടടിമകൾ ഇവിടെ LDFനുണ്ട്. അതിൽ സർക്കില്ല. ഒരു 10% വോട്ടടിമകൾ BJPക്ക് ഉണ്ട്. കോൺഗ്രസിന് എത്ര ശതമാനം വോട്ടടിമകൾ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. എന്തായാലും 10% 15% ഉണ്ടാവും. ബാക്കിയുള്ളവരൊക്കെ മാറി വോട്ട് ചെയ്യുന്നവരാണ്. അപ്പം ഇവരുള്ളിടത്തോളം കാലം ഇവർക്ക് ഒരു പ്രത്യേക ശതമാനം വോട്ട് എല്ലാ കാലത്തും കിട്ടേണ്ടതാണ്. ആനുപാതിക പ്രാതിനിധ്യമാണെങ്കിൽ ശരിയല്ലേ? അവരുടെ ആശയത്തെ അംഗീകരിക്കുന്ന CPMനെ അംഗീകരിക്കുന്ന പാർട്ടി, CPM എന്ന് പറയുന്ന കക്ഷി, CPI എന്ന് പറയുന്ന കക്ഷി, അങ്ങനെയുള്ള അവരുടെ മുന്നണി അംഗീകരിക്കുന്ന 30% ഇതുണ്ടെങ്കിൽ 20 സീറ്റിൽ 6 സീറ്റ് അവർക്ക് ഉറപ്പുള്ളതാണ്. അവർക്ക് കൊടുക്കേണ്ടതാണ്. ശരിക്കും ശരിയല്ലേ? 6 സീറ്റ് അവർക്ക് അർഹതയുണ്ട്. BJPക്ക് 15% വോട്ട് കിട്ടുന്ന വെച്ചാൽ 3 സീറ്റിന് 15 30 ശരിയാ, 3 സീറ്റിന് അർഹതയുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പാർലമെന്റിൽ ഇതുപോലെ മൃഗീയ ഭൂരിപക്ഷവുമായി ചില കക്ഷികൾ വരില്ല. മാത്രമല്ല നിലവിലെ കക്ഷികളിൽ നമ്മൾ കാണുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണുമ്പോൾ അതിനെ എതിരിടാൻ എന്നുള്ള രീതിയിൽ പുതിയ പാർട്ടികൾക്ക് ഉയർന്നു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ മാത്രം ജനാധിപത്യം ഇവര് കാറ്റും വെള്ളം കടക്കാത്ത രീതിയിൽ ഇതിനെ ഈ രീതിയിൽ ഇത് ആദ്യകാലത്ത് മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ടായിരുന്നു. ഇനി 1950 ആദ്യത്തെ നമ്മുടെ ഭരണഘടന വന്നതിന് ശേഷം ഒരു 1-2 തവണത്തെ ഇലക്ഷന്റെ ഇന്റർവ്യൂല് കഴിഞ്ഞപ്പോഴെങ്കിലും ഇവർ ഈ രീതിയിലേക്ക് ഈ ഇലക്ഷൻ വന്നിരുന്നെങ്കിൽ ഇന്നിപ്പോ പബ്ബടിക്കുന്നുണ്ടല്ലോ. അതായത് ഭരണഘടന തന്നെ മാറ്റിക്കളയുമ്പോ ഫാസിസത്തിലേക്ക് പോകുമോ, ഫാസിസം എന്ന് പറഞ്ഞിരിക്കാൻ തന്നെ സമഗ്രാധിപത്യത്തിലേക്ക് പോകുമോ എന്നുള്ളൊരു ആശങ്ക. അതെന്താ കാരണം? അവർക്ക് 400 സീറ്റോ 300 സീറ്റോ കിട്ടാനുള്ള തരത്തിലുള്ള രീതിയിലേക്ക് പോവാണ്. എന്നാൽ കോൺഗ്രസിന് ഒരു പക്ഷേ 20% വോട്ട് കിട്ടിയേക്കാം. പക്ഷെ 100 MP കിട്ടില്ല. മാത്രമല്ല അവിടെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നത്, അങ്ങനെ ഒരു പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയം അത് യഥാർത്ഥത്തിലുള്ള ഫംഗ്ഷനിങ് ആണെങ്കിൽ ഈ പ്രീണനം എന്ന് പറയുന്ന സാധനം ഇവിടെ വർക്കൗട്ട് ആവും. ഒരിക്കലും ഇല്ല. ഇത് പ്രീണനം എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ സ്ഥിതി നോക്കിയാൽ കേരളത്തില് ഇലക്ഷന്റെ ആരോഗ്യകരമായ ജനാധിപത്യമാണോ ഇസ്ലാമിന്റെ വോട്ട് പിടിക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളെയാണോ? സത്യത്തിൽ അതിനുവേണ്ടിയുള്ള ഒരു എല്ലാവരും കൂടിയുള്ളവരോ? ഇപ്പൊ ഞാൻ വിചാരിച്ചത് LDF UDF മാത്രമാണ് ഇതിന് നടക്കുന്ന ആളുകളാ. അവിടെ സുരേഷ് ഗോപി പറയുന്നു ഞാൻ വർഷങ്ങളായി നോമ്പെടുക്കണം. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാല് കഴിഞ്ഞ ദിവസം നോമ്പ് തുറക്കുന്ന ഒരു വീഡിയോ ഒക്കെ തുറന്നോട്ടെ ഇലക്ഷൻ അല്ലേ, ധാരാളെ കൂട്ടം. പക്ഷെ ഇത് ഞാൻ വർഷങ്ങളായി തൃശ്ശൂരത്തെ MP പ്രതാപൻ എത്രയോ കാലങ്ങളായിട്ട് അദ്ദേഹം നോമ്പെടുക്കുന്നൊക്കെ നമുക്ക് അറിയോ. ആള് നോമ്പെടുത്തിലേക്ക് തന്നെ നോമ്പെടുത്തു പബ്ലിഷ് ചെയ്യുന്ന ഒരാളാണ്. സുരേഷ് ഗോപിനെ ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പൊ പറയും ഞാനും അങ്ങനെയാണ്. അപ്പൊ നമ്മളിത് മനസ്സിലാക്കുന്ന വെച്ചാല് ഈ കേരളത്തില് 27% വരുന്ന ശക്തമായ ഒരു മുസ്ലിം സമൂഹമുണ്ടെന്നും അവരെ ബുദ്ധിപരമായ രാഷ്ട്രീയം പറഞ്ഞിട്ട് അവരെ ആകർഷിക്കാൻ പറ്റില്ല എന്നും, അവർ വികാര ജീവികളാണെന്നും അവർക്ക് ഐക്യ തലത്തിൽ എന്തോ കുറവുണ്ടെന്നുമാണ് ഇവരെല്ലാവരും കൂടി കരുതിയുള്ളത്. അവിടെ എനിക്ക് തോന്നുന്നു അതൊരു സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷയമാണ് തോന്നുന്നത്. അതായത് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ ഞാനൊരു എക്സ് മുസ്ലിം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ
ഞാനുണ്ടായിരുന്ന സമുദായം, ഓക്കെ, നമ്മളുടെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തിന് ഈ രാഷ്ട്രീയം പരിചയപ്പെടുത്തി കൊടുക്കുന്ന യഥാർത്ഥ രാഷ്ട്രീയം അറിയുന്ന രാഷ്ട്രീയക്കാരൻ എന്ന ലേബലിൽ വിളിക്കാൻ പറ്റുന്ന ആളുകളില്ല. എൻ്റെ ഒരു നിരീക്ഷണമാണ്. പകരം നമുക്കുള്ളത് കുറേ മതം പറയുന്ന മുല്ലാക്കന്മാർ മാത്രമാണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമുക്ക് കാണുന്ന ആളുകൾ, ഇപ്പോൾ അംബേദ്കറെ പോലെ അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവിനെ പോലെ പട്ടേലിനെ പോലെ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ മുസ്ലിം സമുദായത്തിന് മതനിയമങ്ങൾ പറയാതെ ഈ യഥാർത്ഥത്തിലുള്ള സെക്യുലറിസവും ആ മതേതര മൂല്യങ്ങളെയും കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർ ആ ഒരു ദേശീയ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന രീതിയിലേക്ക് ഉണ്ടായിരുന്നു. ജിന്ന ഉണ്ടായിരുന്നു, സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായിരുന്നു ജിന്ന. ഗാന്ധി ഇവിടെ രാഷ്ട്രീയത്തിൽ പ്രൊമിനൻസ് കിട്ടുന്നവരെ ജിന്ന പറഞ്ഞിരുന്ന രാഷ്ട്രീയം തീർച്ചയായിട്ടും കൃത്യമായ ജനാധിപത്യമായിരുന്നു, സെക്കുലർ ആയിരുന്നു അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഇദ്ദേഹത്തിന് മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിലുള്ള സ്വാധീനം ശരിക്കും പറഞ്ഞാൽ ഗാന്ധിയെ വളരെയധികം അസ്വസ്ഥമാക്കിയിരുന്നു. അദ്ദേഹം വരുന്ന കാലത്ത് ഈ മുസ്ലിം സമൂഹത്തിനെ മൊത്തത്തിൽ പിടിക്കുന്നതിന് വേണ്ടി, പ്രീണിപ്പിച്ച് പിടിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പോയി ഇടപെട്ട സംഭവമാണ് ഈ ഖിലാഫത്ത്. തീർച്ചയായിട്ടും ശരി. ഈ ഖിലാഫത്ത് വന്നതിന് ശേഷം വൈകാരികമായിട്ട് മുസ്ലിങ്ങളെ മുഴുവൻ ഈ ഗാന്ധി സ്വാധീനിക്കുമ്പോഴും ജിന്ന പറയുന്നുണ്ട്, അവിടെ എവിടെയോ കിടക്കുന്ന ഒരു ഖലീഫ നമുക്കൊരു ഇന്ത്യക്കാർക്ക് എന്ത് കാര്യമുണ്ടെന്ന് ചോദിച്ച മനുഷ്യനാണല്ലോ ഇത് ജിന്ന. പ്രീണനം അന്നേ തുടങ്ങി. അത് പ്രീണനം തുടങ്ങി വെച്ച ആള് മറ്റേ ഗാന്ധിയാണ്. ഗാന്ധി ചെയ്ത് അത് പറഞ്ഞാൽ നമ്മള് സംഘി അങ്ങനെയല്ല. ഗാന്ധി അതില് എല്ലാ മതത്തെയും പ്രീണിപ്പിച്ചിരുന്നു. അത് ഇപ്പൊ മുസ്ലിങ്ങളെ മാത്രമല്ല അദ്ദേഹം പ്രീണിപ്പിച്ചിരുന്നു. ഗാന്ധി പ്രീണിപ്പിക്കുക മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന ഈ ജാതീയത എന്ന് പറയുന്ന വിഷയത്തെ പോലും അതുപോലെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന തലത്തിൽ ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയല്ലേ ഗാന്ധി. ഗാന്ധിക്ക് അത് ജാതി, അദ്ദേഹം സനാതന ധർമ്മത്തിൽ വിശ്വസിച്ചിരുന്നു. സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആൾക്ക് ജാതി മസ്റ്റാണ്. ഇത് നിങ്ങൾക്ക് എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. അതായത് നിങ്ങൾ ഹിന്ദുവായി ജീവിച്ച് ഹിന്ദുവായി മരിക്കണം എന്ന് പറയുന്നതും, അങ്ങനെ പറയുന്ന ആൾക്ക് സനാതനധർമ്മം മസ്റ്റാണ്. അയാൾക്ക് പിന്നെ അവിടെ വേറെ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ അദ്ദേഹം ഈ മറ്റേ എന്താ പറയുക ഇണ്ടതുരുത്തി മനയിൽ വന്നിട്ട് പുറത്ത് മറ്റേ ഇല്ലത്ത് ചെന്നിട്ട് ഇണ്ടതുരുത്തി മനയിൽ ചെന്ന് ആ നമ്പൂതിരിയോട് സംസാരിക്കുമ്പോൾ പുറത്തു നിന്ന് സംസാരിച്ചത് കയറാൻ പാടില്ല എന്ന് പറഞ്ഞു. സനാതന ധർമ്മപ്രകാരം ഒത്തിരി അകലെ നിൽക്കണം, കാരണം അദ്ദേഹം ബ്രാഹ്മണനല്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വിശ്വസിച്ചിരുന്ന ഒരാളായതുകൊണ്ടാണ് ആള് ജാതിയെയും കൂടിയിട്ട് ആൾക്ക് ജാതിയും കൂടിയേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതൊരു പാക്കേജ് അല്ലേ. ഈ പാക്കേജിൽ വേറെ പാക്കേജ് വിശ്വസിക്കുന്ന ആൾക്കാർ പാക്കേജ് മൊത്തമായിട്ട് വിശ്വസിക്കുന്ന നല്ലത്. അപ്പം ഗാന്ധിജി അതുപോലെ. അത് പക്ഷെ ഗാന്ധിജിയുടെ ഈ ഖിലാഫത്തിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഹിന്ദുക്കളുടെ ഇടയിൽ സവർക്കറിസത്തിനൊക്കെ ഒരു ഇത് കിട്ടുന്നത്, അപ്പർ ഹാൻഡ് കിട്ടുന്നത്. കാരണം സവർക്കർ എന്തൊക്കെയോ ഹിന്ദുത്വ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഹിന്ദു മഹാസഭ പോലും വലിയ പ്രാധാന്യം കൊടുക്കുന്ന വിഷയമില്ല. കാരണം ഇല്ല, കോൺഗ്രസ്സിൽ തന്നെ അന്നത്തെ കോൺഗ്രസ് 1920 വരെയുള്ള കോൺഗ്രസ്സിൽ ഹിന്ദു മഹാസഭയുടെ ആളുകളും പങ്കെടുക്കും, സമ്മേളനത്തിൽ പങ്കെടുക്കും, ഇവർ അവിടെയും പോയി പങ്കെടുക്കും, അങ്ങനെ പോയിരുന്നത്. പക്ഷെ ഇതിനു ശേഷം ഈ ഗാന്ധി പോലും കണക്ക് കൂട്ടാൻ കഴിയാത്ത രീതിയിലുള്ള വമ്പൻ വർഗീയ ലഹളകൾ ഉണ്ടാവുകയും പ്രിപ്പയർഡ് ആയിരുന്നില്ല ഹിന്ദു. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹിന്ദുക്കൾ കൊല്ലപ്പെടുകയും ചെയ്തു. അതാണ് ശരിക്ക് ഈ മറ്റേ സവർക്കറിസം വേണം, ഹിന്ദുക്കൾക്ക് മിലിറ്റന്റായി സംഘടിച്ചാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്ന രീതിയിലുള്ള ഒരു ആശയധാര ഇവിടെ ഖഡ്ഗവർ കൊണ്ടുവരുന്നതും വിജയിപ്പിക്കുന്നു. ഈ പ്രിപ്പയർഡ് ആയിരുന്നില്ല എന്ന് പറയുമ്പോൾ ആ പ്രിപ്പറേഷൻ കൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ എങ്ങനെയാണ് പ്രിപ്പയർഡ് ആയിട്ടുള്ളത്? ഇപ്പൊ പ്രിപ്പയർഡ് ആയോ? ഇവരുടെ ഒരു പ്രിപ്പയർഡ് ആവാന്ന് പറഞ്ഞ ഒരു മിലിറ്റന്റ് സംഘടനയെ വെച്ച് ബേസിൽ നിർത്തുക. 1925 RSS കൊണ്ടുവരുന്നത് ഇത്തരം രീതിയിലുള്ള പ്രിപ്പയർഡ് ആക്കാൻ വേണ്ടി. ഹിന്ദുക്കള് അറിഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി ഈ ജാതിയെ ഭേദിച്ചുകൊണ്ട് ഒരിക്കലും പ്രിപ്പയർഡ് ആവില്ല. അതുകൊണ്ട് അങ്ങനെ ഇതാക്കുന്നതിന് വേണ്ടി RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി, പ്രവർത്തന രീതി വെച്ചാൽ അവർക്ക് ജാതി ഇല്ല എന്നുള്ളതാണ്. ജാതി ഉണ്ടെങ്കിൽ ഹിന്ദുവിനെ ഒരുമിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. മാത്രമല്ല, ഏകീകരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണവും മുന്നിൽ വേണം. വെറുതെ ഏകീകരിക്കാനും കഴിയും. ഏകീകരിക്കണമെങ്കിൽ ഒറ്റക്ക് ഹിന്ദുയിസം എന്ന് പറയുന്ന സാധനത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു വ്യത്യാസമൊന്നുമില്ല. ഇവർ വെറുതെ കൊണ്ടുവരാം. കാരണം ഇത് ജാതികളായതുകൊണ്ട്. മുസ്ലിം എന്ന് പറഞ്ഞ ഒരു അപരനില്ലെങ്കിൽ ഒരിക്കലും ഹിന്ദുവിനെ ഒരിക്കലും ഏകീകരിക്കാൻ കഴിയും. അപ്പൊ അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്. നമ്മൾ സാധാരണ പറയുമ്പോൾ എപ്പോഴും നമ്മളുടെ എതിരെ കൊണ്ടുവെക്കുന്ന ഒരു കാര്യമാണ് ന്യൂനപക്ഷ വർഗീയതയാണ്
ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വളം വെച്ചത് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. അത് എങ്ങനെ കാണും? ഇപ്പോൾ ന്യൂനപക്ഷ വർഗീയതയാണ് ചെയ്തതെന്ന് പറയുന്നതിൽ അധികം നമുക്ക് പറയാം. അത് ഈ ആശയധാരയ്ക്ക് എങ്ങനെയാണ് ഹിന്ദു സമൂഹത്തിൻ്റെ ഉള്ളിൽ പ്രോമിനൻസ് കിട്ടുന്നത്, ഹിന്ദുക്കളെല്ലാവരും ഐക്യപ്പെടണം എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെ വരുന്നത് എന്ന് വെച്ചാൽ ഈ വർഗീയ ലഹളകളും ഈ ന്യൂനപക്ഷവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് കൊണ്ടാണ്. അതിൽ ഭാഗികമായ സത്യം ഉണ്ട്. അതിൽ നമുക്ക് മുഴുവനായിട്ട് അത് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം പ്രധാനമായിട്ട് ഇത് തന്നെ ഈ ഖിലാഫത്ത് വരുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനം നമ്മുടെ തുർക്കിയിലെ ഖലീഫിനെ റീസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് വരുന്നത് വെച്ചാലും ഇവിടെ സംഭവം പിന്നീട് കറങ്ങി തിരിഞ്ഞ് ഹിന്ദു മുസ്ലിം വർഗീയതകളായിട്ട് മാറും. പക്ഷെ അത് ഇപ്പോഴും സമ്മതിക്കുന്നില്ലല്ലോ. ഇപ്പൊ വാര്യംകുന്നന്റെ കഥയൊക്കെ പറയാൻ വേണ്ടി വാര്യംകുന്നം വിട്ടാലും വേറെ പല സ്ഥലത്തും ഉണ്ടായത് ഗാന്ധിജിക്ക് അല്ല, നമ്മളുടെ ഒരു കോണ്ടെക്സ്റ്റിൽ വരുമ്പോ, പ്രത്യേകിച്ച് ഇപ്പൊ കേരളത്തിൽ നമ്മൾ ഇരുന്ന് പറയുമ്പോ, ഇവിടെ അതിന്റെ ഒരു പ്രധാന ഒരു സംഭവം നടന്ന സ്ഥലമാണല്ലോ 1921 എന്ന് പറയുന്നത്. അതിനകത്ത് ഈ മതപരിവർത്തനം അതിനകത്ത് നടന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളുടെ ഒരു മരണപ്പെട്ട ഒരു യുക്തി ചിന്തകനായിട്ടുള്ള ഒരു വ്യക്തി, സെയ്ദ് മുഹമ്മദ് ആനക്കയം, അദ്ദേഹത്തിന്റെ വല്യാപ്പയാണ് ഈ ചേക്കുട്ടി എന്ന് പറയുന്ന. അപ്പോൾ അദ്ദേഹത്തിനെ തലവെട്ടി കൊണ്ടുവന്നു അവിടെ വെച്ച്, അങ്ങാടിയിൽ വെച്ച് അത് വലിയ സംഭവമായിട്ടൊക്കെ പറഞ്ഞു വെക്കുന്ന ആ ഒരു ചിത്രീകരണം നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിലെന്താണ് കാര്യം? അദ്ദേഹം ഈ ഖിലാഫത്തിന്റെ ആളുകൾ എന്ന് പറയുന്ന ഈ വാര്യംകുന്നനടക്കമുള്ള ആളുകൾ ബ്രിട്ടീഷുകാർക്ക് ഒറ്റ കൊടുക്കുന്നതിന് കൂട്ടുനിന്നു എന്നതായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണമായിട്ട് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, ഇനിയിപ്പോൾ ഇതെല്ലാം നമ്മൾ സമ്മതിക്കുകയാണ്, ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു എന്ന് നമ്മൾ സമ്മതിച്ചാൽ പോലും ഒരു ചോദ്യം അപ്പോഴും ബാക്കിയാവാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ എന്തിനാണ് മതം മാറ്റം? അതെങ്ങനെയാണ് അതിനകത്ത്? അല്ല, ഇതിന്റെ പ്രശ്നം എന്താ അറിയാം, നമ്മൾ കേരളത്തില് മറ്റ് സ്റ്റേറ്റുകളിൽ വിഭിന്നമായിട്ട് നമ്മൾ വളരെ ബഹുസ്വരമായൊരു സമൂഹമാണ്. അതായത് ക്രിസ്ത്യാനി തന്നെ ഇവിടെ 18% മുസ്ലിങ്ങൾ 27%, ഈ ഹിന്ദുക്കൾ ഒരു 50% ബാക്കി ഒരു 5% നിരീശ്വരവാദികളും മതമില്ലാത്ത ആളുകളും ഉണ്ട്, ഇല്ലേ കേരളം? ഇവരിങ്ങനെ മിക്സ് ചെയ്തിട്ട് സമ്മിശ്രമായി ജീവിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഈ കാര്യത്തെ സ്വാതന്ത്ര്യ സമരമാക്കുകയും കർഷക കലാപമാക്കുകയാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് സൗഹാർദ്ദമല്ലേ വേണ്ടത്? ആ സമയത്ത് നമ്മൾ ആ ചരിത്രം മുഴുവൻ കുഴിച്ചാൽ അവിടെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് കുറേ ആളുകൾ ആ വഴിക്ക് പോകുന്നത്. കുറേ ആളുകൾ കേട്ടാ. പക്ഷെ ഭൂരിപക്ഷം പോകുന്നത് മുസ്ലിം വർഗീയവാദത്തെ പെയിന്റ് അടിച്ചുകൊണ്ട് മുസ്ലിം വോട്ടുകൾ സമാഹരിക്കുന്നതിന് വേണ്ടിയാണ്. മറ്റേ രീതിയിൽ പോകുന്നത് നല്ലതാണ്. അതായത് നമുക്ക് സൗഹാർദ്ദമാണ് ആവശ്യം. അതുകൊണ്ട് സൗഹാർദ്ദമായിട്ട് ജീവിക്കണം. നമുക്ക് എന്തുകൊണ്ടാണ് BJP നമുക്ക് ഹിന്ദു സമൂഹത്തിൽ തന്നെ സ്വീകാര്യരാവാത്തതിന്റെ കാരണം? സ്വീകാര്യമാവണില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പരസ്യമായിട്ട് അല്ല. എന്താ കാരണം വെച്ചാൽ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. ഞങ്ങളൊരുമാതിരി വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ പറയുന്നത് മുഴുവൻ അയലോക്കക്കാരനെ പകയ്ക്കുന്നതിന് വേണ്ടിയുള്ള സാധനമാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ വിദ്വേഷം വിതയ്ക്കുന്നു. ഇതുകൊണ്ടാണ് നമ്മൾ അതിനെ, അല്ലാതെ അവർ പറയുന്നതിന് സത്യമില്ലാണ്ടൊന്നുമല്ല, പക്ഷെ ഉപകാരമില്ല. എന്താണ് ഉപകാരം? ഒരു ഉപകാരം ഈ ഉണങ്ങിയ മുറിവുകൾ വീണ്ടും പ്രശ്നങ്ങൾ. അതന്നെ അതുകൊണ്ടാണ്. അല്ലാതെ ഇതിൽ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇവരൊന്നും പറയുന്നതല്ലാന്നേ. അന്ന് ജീവിച്ചിരുന്ന കുമാരനാശാനും പോലുള്ള ആളുകളൊക്കെ ഇത് കവിതയായിട്ട് എഴുതിയിട്ടുള്ളതല്ലേ. എന്തിനാണ് ഇത് ഇത്ര വലിയ കാര്യം പറയാനുള്ളത്? അതായത് ഇപ്പോ ഒന്നുമില്ലാതെ ഇരിക്കുമ്പോ BJP-ക്കാർ വെറുതെ വന്ന് പറയുന്നതല്ലല്ലോ ഇത്. അത് നമ്മൾ നോക്കണ്ടേ. അതായത് ഇപ്പോ വാര്യംകുന്നനെ കുറിച്ച് സമൂഹം ഒരു തരത്തിലും ചർച്ച ചെയ്യാതിരിക്കുന്ന ഒരു രംഗത്തേക്ക് ഇവിടെ വരുന്നത് സിനിമ പിടിക്കാൻ പോകുന്നു, സുൽത്താൻ എന്നൊക്കെ പേരിട്ട് അതുപോലെ. അപ്പോൾ അവിടെ ഒരു ഗ്ലോറിഫിക്കേഷൻ നടക്കാൻ പോകുന്നു, അതിനകത്തൊരു പ്രീണനം നമ്മൾ നേരത്തെ സ്വാഭാവികമായിട്ടും വരും. അതുകൊണ്ട് അപ്പോ ഇതൊക്കെ ഓർമ്മിക്കപ്പെടും. അതെ, അവിടെയാണ്. അപ്പോൾ നമ്മൾ പക്ഷെ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ചർച്ച വരുന്ന സമയത്ത് അവിടെ ഈ എതിർക്കുന്ന ആളുകളുടെ ശബ്ദം മാത്രമാണ് ഇവിടെ വിമർശിക്കപ്പെടുന്നുള്ളൂ. അത് മുമ്പ് വാര്യംകുന്നത്ത് ആള് സർക്കാരിന്റെ പേരിൽ അവിടെ ഉണ്ട്. അന്ന് ആരും ഇത് എതിർത്തിട്ടില്ല. അതെ, കാരണം നമ്മൾക്ക് അത് ആവശ്യമില്ല, അവിടെ കിടന്നോട്ടെ എന്നുള്ളൊരു. പക്ഷേ ഒരു കക്ഷി, ഒരു ഹിന്ദുയിസം എന്ന് അല്ലെങ്കിൽ ഹിന്ദുത്വയുടെ പേരിൽ ഒരു കക്ഷി ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരതിലാണല്ലോ ശ്രദ്ധിക്കുക. അവരുടെ പണി അതാണ്, അവരാ പണി ചെയ്യുന്നു എന്നുള്ളത് വിചാരിച്ചാൽ മതി. അവരുടെ ഭീഷണി എന്നുള്ള രീതിയിൽ നിരന്തരം തപ്പിക്കൊണ്ടിരിക്കുക, ഒരു റേഡാറും വെച്ചിങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥ. അവർക്ക് ഇതാണ് പണി. അവര് പണ്ട് ഇപ്പം ഞാൻ തന്നെ പറയുന്നത് 2012 ഞാൻ പ്രഭുവിൻ്റെ മക്കൾ സിനിമ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്തത്? ശരിക്ക് അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള സ്വാമിമാരൊക്കെ ഉണ്ട്, സന്യാസിമാരുണ്ട്,
ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മളെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ സന്യാസി സമൂഹത്തെ തന്നെ ഈ ചെപ്പടി വിദ്യക്കാരും തട്ടിപ്പുകാരും വീരന്മാരായിട്ടുള്ള രീതിയിൽ ചിത്രീകരിച്ചുള്ള ഒരു സിനിമയാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഒരു പക്ഷേ അക്കാലത്ത് ഇവർ വളരെ സ്ട്രോങ് ആയിരുന്നെങ്കിൽ അവരത് പുറത്തിറക്കാൻ വരെ സംഭവിക്കുമായിരുന്നില്ലേ? ശരിയല്ലേ? ഇപ്പം നമ്മൾ പറയുന്നു, ഞാനത് വേണമെങ്കിൽ ഈ സിനിമ ഉണ്ടല്ലോ ഇപ്പൊ കേരള സ്റ്റോറി, ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയ്ക്കെതിരെ ആളുകൾ പറയുമ്പോൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം തന്നെ ഞാൻ ഉപയോഗിച്ചത് പ്രൊപ്പഗൻഡ, അതായത് ഹിന്ദുവിസത്തിനെതിരെയുള്ള പ്രൊപ്പഗൻഡ സിനിമയായിരുന്നു നമ്മുടെ. അന്ന് എങ്ങനെയാണോ മറ്റൊരു തടയാതിരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ സിനിമ വരുമ്പോഴും തടയാതിരിക്കുകയാണ് വേണ്ടത്. പക്ഷെ ആവശ്യമില്ല ശരിക്കും. ഞാൻ ഇന്നലെ കണ്ടൊരു കാര്യമുണ്ട്, ഇന്നലെ ശ്രദ്ധപ്പെട്ടോന്ന് അറിയില്ല. നമ്മളുടെ ജിഫ്രി തങ്ങൾ, മുത്തുക്കോയ തങ്ങൾ, അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിരിക്കുകയാണ്. ഈ കല്യാണം കഴിക്കുന്നതിൽ പ്രണയിക്കുന്നതിലൊക്കെ എന്തിനാണ് മതം നോക്കുന്നത്? അത് മനുഷ്യരുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേ എന്ന് ചോദിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് സമസ്തയുടെ നേതാവ് ചോദിക്കുന്നത് ഇന്നലെ നമ്മൾ പത്രസമ്മേളനത്തിലൂടെ കേൾക്കുകയാണ്. ഇതേ സമസ്തയുടെ നേതാക്കൾ ഡിസംബർ മാസത്തിൽ പറഞ്ഞതെന്താണ്? കേരളത്തിൽ മിശ്ര വിവാഹം നടക്കുന്നു, മതപഠനം അനിവാര്യം. ഇതുപോലെ കമ്മ്യൂണിസ്റ്റുകാരും മറ്റു മതത്തിലുള്ള ആളുകളും മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു, ഇവിടെ വലിയ പ്രശ്നമാണ്, മിശ്രവിവാഹങ്ങൾ വർദ്ധിക്കുന്നു, അധാർമികത വർദ്ധിക്കുന്നു. അതിന് ഉദാഹരണമായിട്ട് പറയുന്ന കാരണമാണ് മിശ്രവിവാഹം. അപ്പോൾ മിശ്രവിവാഹം എന്ന് പറയുന്ന ഒരു അധാർമികതയായിട്ട് പോലുമാണ് അവർ ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ പറയും AD BC എന്നൊക്കെ പറയുന്ന പോലെ ബിഫോർ കേരള സ്റ്റോറി, ആഫ്റ്റർ കേരള സ്റ്റോറി എന്നുള്ള ഒരു, അതായത് കേരള സ്റ്റോറി എന്ന് പറയുമ്പോൾ അതില് പ്രണയത്തിന്റെ ഒപ്പം നിൽക്കണം നല്ലത്. അതെ. അപ്പൊ ഞാൻ പറയുന്നത് ഈ സിനിമയിൽ പ്രൊപ്പഗൻഡ ഉണ്ടാവാം, അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാവാം, ഇഷ്ടമില്ലാത്ത ഉണ്ടാവാം, പല ഘടകങ്ങൾ ഓരോ ആളുകളുടെ രീതിക്കനുസരിച്ച്. ഇപ്പോൾ ടെക്നിക്കലി നോക്കുന്ന ഒരാൾക്ക്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചെയ്തത് പ്രൊപ്പഗൻഡ സിനിമയാണ്, അല്ല അത് ഹിന്ദുത്വത്തിനെതിരുള്ള ഹിന്ദുത്വക്കെതിരുള്ള പ്രൊപ്പഗൻഡ ആയിരുന്നു. അതെ, അല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഈ അതിനുള്ള സ്വാതന്ത്ര്യം ഇവിടെ നിലനിർത്തണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലായി. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. അതെ, അതവിടെ വേണം. എന്തിനു വേണ്ടിയിട്ട് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ ഇവിടെ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത്. ആ പ്രശ്നങ്ങൾ അത് അഡ്രസ്സ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് സൂചനകൾ കൊടുക്കുന്ന സൂചനാ ബോർഡുകൾ സ്ഥാപിച്ച് ഇതൊക്കെ നമ്മൾ ചർച്ചയാക്കേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണല്ലോ. അതാണല്ലോ ഇത്തരം സിനിമകളിലൂടെ ഇവിടെ സംഭവിക്കുന്നത്. പിന്നെയല്ലേ അതിനകത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആഴുന്നത്. അതെ, രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സിനിമകൾ കുറവാണ്. അതെ. അപ്പോൾ അത് ഏത് രീതിയിൽ വന്നാലും, അത് പ്രൊപ്പഗൻഡ തരത്തിൽ വന്നാലും അതിൻ്റെ അത്തരം സിനിമകളെ ചർച്ചയാക്കുക, അതോടൊപ്പം തന്നെ അവരുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അംഗീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം എന്തിനാണ് പറയുന്നത്? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇവിടുത്തെ വളർച്ചയും നാടകവുമായി വലിയ ബന്ധമാണ്. നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറഞ്ഞ നാടകമാണ് ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഈ കമ്മ്യൂണിസ്റ്റുകളെ ഏറ്റവും കൂടുതൽ ജനകീയമാക്കിയ നാടകം എന്ന് നമ്മൾ പറയാം. അത് പ്രൊപ്പഗൻഡ നാടകമാണ്. അല്ല, നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് പോലും നമ്മൾ തമാശക്കാണ് ഞാൻ ഇതിലും ഇവിടെ ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ രാഷ്ട്രീയം പ്രചരിപ്പിച്ചാൽ അത് കുഴപ്പമില്ല. എതിരെയുള്ള ആണെന്ന് വെച്ചാൽ അത് തടയപ്പെടേണ്ടതാണ്. ഞാൻ പറയും, ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണി തന്നെ അവര് ഇവിടെ ഭരണാധികാരത്തിൽ വന്നാല് ഇന്ന് ഏതൊക്കെ അനുവദിച്ചുകൊണ്ടിരിക്കുന്നു അത് മുഴുവൻ തടയാനല്ല അവർ വരേണ്ടത്. അത് ആദ്യം മനസ്സിലാക്കണം. അതല്ല ഈ ഡെമോക്രസിയും സുതാര്യത എന്ന് പറയുന്നതും ബഹുസ്വരത എന്ന് പറയുന്നത് ഇതല്ല. ഇവരെന്തോ ഇങ്ങനെ ഇപ്പൊ ഇവർ വിചാരിച്ചുള്ളത് ഇവർ വന്നു കഴിഞ്ഞാൽ അവർ കൊണ്ടുവന്ന അല്ലെങ്കിൽ ഏതൊക്കെ അവർ അനുവദിച്ചിരുന്നു അത് മുഴുവൻ തടയുക. അതല്ലത്. ഇതിനൊരു എക്വേഷൻ കണ്ടെത്തണം അതിന്. ഇങ്ങനെ പോയി ശരിയാവില്ല. ഇവർക്ക് രണ്ടു കൂട്ടർക്കും ആധിപത്യത്തെ പറ്റി പറയാൻ മാത്രമേ ഉള്ളൂ. എന്നാൽ കോൺഗ്രസിന്റെ മറ്റേ മാനിഫെസ്റ്റോയിൽ ഇതൊന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. വളരെ മനോഹരമായ, കാരണം ഏറ്റവും ഡെമോക്രാറ്റിക്കലായ സെക്കുലറായ സാമൂഹ്യ നീതിയിൽ ഊന്നുന്ന ഒരു മാനിഫെസ്റ്റോ ആണ് അവര്. അങ്ങനെ പറയാൻ പറ്റുമോ? വലിയ മോശമല്ല. അല്ല, ഇപ്പോ കാശ്മീരിലെ വിഷയത്തെ കുറിച്ച് അവർ പറഞ്ഞ കാര്യം അത് നമുക്ക് യോജിക്കാൻ കഴിയുമോ? 370 പുനഃസ്ഥാപിക്കും എന്നൊക്കെ പറയും. 370 പുനഃസ്ഥാപിക്കുന്നതാണോ? കാശ്മീരിന്റെ പദവി സ്റ്റേറ്റ് പദവി കൊടുക്കുന്നല്ലേ? സ്റ്റേറ്റ് പദവി ഉണ്ട്, പക്ഷെ ഇവര് മുന്നേ മുതൽ പറഞ്ഞു നടക്കുന്ന 370 കാര്യം പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, അത് അതേപോലെ യൂണിഫോം സിവിൽ കോഡിന്റെ കാര്യം അത് പറയുന്നു. അപ്പോ അതെങ്ങനെ കാണാൻ? യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരില്ല എന്നൊരു പറഞ്ഞിട്ടുണ്ടോ? അതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. അതല്ല, സിവിൽ കോഡ് ഇവർ കൊണ്ടുവരിക നല്ലത്, എന്തായാലും അതിവിടെ നടപ്പാവും എന്നുള്ള കാര്യത്തിൽ. അതാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ BJP ചെയ്യുന്നത് മുഴുവൻ തെറ്റാണെന്ന് പറയുകയും
അപ്പൊ അതിന് ബദലായിട്ട് തങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് അവർ സ്വയം അവകാശപ്പെടുകയും ചെയ്യുന്ന ആളുകൾ BJP കൊണ്ടുവരുന്നു അല്ലെങ്കിൽ BJP ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിശബ്ദരായിരിക്കുകയല്ലേ ചെയ്യുന്നത്. സിവിൽ കോഡ് ഒരിക്കലും BJPയുടെ ആശയമല്ല. അല്ല, പക്ഷേ ശരിക്കും അത് ശരിക്കും നിലവിൽ അവരാണല്ലോ. അതെ, പക്ഷെ അത് ഇവര് കൊണ്ടുവരേണ്ടത് തന്നെയാണ്. 10 വർഷത്തിനകം എന്റെ മുസ്ലിം സഹോദരിമാർക്ക് ഒരു ബില്ല് കൊണ്ടുവരുമെന്ന് പറഞ്ഞ ആളാണ് അംബേദ്കർ. മരിച്ചുപോയി. ഇന്ന് അംബേദ്കറുടെ ജയന്തിയാണ് ഇന്നേ ദിവസം. അപ്പൊ അത് അവരെ മുന്നോട്ട് വെച്ചുള്ള ഒരു വിഷയമാണ്. പിന്നെ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സമൂഹം അവർ വേർതിരിഞ്ഞ് തന്നെ നിൽക്കണം. അവരിൽ കാറ്റും വെളിച്ചും കടക്കരുത്. പുരോഗമനപരമായ ഒരു കാര്യം അവിടെ നടപ്പാക്കാൻ പാടില്ല എന്ന് ഇവർ തന്നെ ഇത് വെച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ മൊത്തം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സൊസൈറ്റിക്ക് വിപരീതമായിക്കൊണ്ട് വേറൊരു ഡയറക്ഷനിൽ അവരെ ഒരു കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിൽ ഗുണമുണ്ടോ അങ്ങനെ ചെയ്യുന്നുണ്ട്? അത് ഗുണം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇവര് ചില ആളുകളെ എങ്ങനെ പക്ഷെ കാതലായ വിഷയങ്ങളെ കുറിച്ച് നിശബ്ദരാകുന്നു, അതിനെ ഗൗനിക്കുന്നില്ല എന്ന് വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും BJPക്ക് തന്നെയല്ലേ ഗുണമായിട്ട് വരിക? എന്താ അറിയോ, BJPക്ക് തന്നെ ഗുണമല്ല വരിക. ഈ മുസ്ലിം സമുദായത്തിന്റെ ഉള്ളില് അവിടെ സ്ത്രീകളുടെ ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന സ്ത്രീകൾക്ക് ഇക്വാലിറ്റി ഇല്ല എന്നുള്ളൊരു വിഷയം ഉണ്ടല്ലോ. എന്താണ് ഇറാനിൽ നടക്കുന്നത് അത് തന്നെ ഇവിടെ വരും. അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വരും. ഞാൻ ഉള്ളിൽ നിന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യുന്നല്ല ഞാൻ പറഞ്ഞേ, പക്ഷെ അത് ഭയങ്കര ഭീകരമായിരിക്കും. അപ്പൊ അവിടെ എത്ര സ്ത്രീകളാണ് ഒരു തുണിയുടെ പേരില് ഇപ്പൊ 100-300ഓളം പേരാണ്. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെ ഒരു സാഹചര്യം വരുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുള്ളത് കൊണ്ട് ഈ സെക്കുലർ സംഭവം സംഭവിക്കില്ല അല്ലെ. സെക്യുലറിസം മാത്രമല്ല, അത് ഇസ്ലാമിന്റെ ഒരു സ്വഭാവമാണ്. അത് മുന്നിലൊരു വലിയ ശത്രു ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്റർണലി വരുന്ന പ്രശ്നങ്ങൾ അതെപ്പോഴും അത് പ്രശ്നമല്ല. സമൂഹം ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന നമ്മളിപ്പോ അതൊന്നും പറയുന്നത് അങ്ങനെ ഒരു നിലപാടാണ്. അതുകൊണ്ടാണ് സത്യത്തില് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ ശാസ്ത്ര പുരോഗതിയും അതുപോലുള്ള വിഷയങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള നോബൽ പ്രൈസ് വിന്നേഴ്സിന്റെ നമ്പറൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്നും വളരെ തുച്ഛമായ നമ്പേഴ്സാണ് ഈ ഇന്ത്യയിൽ നിന്ന് പോകുന്നുള്ളൂ. കാരണം നമ്മളത് ഞാൻ മറ്റൊരാവശ്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയപ്പോൾ കണ്ടത് ഏറ്റവും കൂടുതൽ ഈ നോബൽ വിന്നേഴ്സും കാര്യങ്ങൾ വന്നിരിക്കുന്നത് മതം തിരിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ മതത്തിനകത്തുനിന്ന്, പിന്നെ വന്നിരിക്കുന്നത് ജൂതന്മാരുടെ, പിന്നെ വന്നിരിക്കുന്നത് സ്വതന്ത്ര ചിന്തകരും ഫ്രീ തിങ്കേഴ്സും അഗ്നോസ്റ്റിക്കുകളും ഒക്കെ ആയിട്ടുള്ള ആളുകളിൽ നിന്നാണ് പിന്നെ വന്നിരിക്കുന്നത്. അതും കഴിഞ്ഞിട്ടൊക്കെ വരുന്ന വളരെ ചെറിയ നമ്പർ 0.8% ഒക്കെയാണ് മുസ്ലിങ്ങൾ, 0.7 ഒക്കെയാണ്, വളരെ കുറവാണ് ഇതുകൊള്ളു. അപ്പോൾ ഇത് നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു കോറിലേഷൻ എനിക്ക് തോന്നിയത് ഈ ഒരു മതം തിരിച്ചിട്ടുള്ളൊരു കണക്ക് നമ്മളെടുത്ത് നോക്കുമ്പോഴും അവിടെ തുല്യരായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തന്നെയാണ് ഇതിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. എന്തായിരിക്കും അങ്ങനെ ഒരു സംഗതി എന്ന് നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ മതത്തിനതീതമായിട്ട് ആ കോൺഫ്ലിക്ട്സ് അതിജീവിച്ച് മുന്നോട്ട് പോയി നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആധുനിക കാര്യങ്ങളെക്കുറിച്ച് ഫോക്കസ്ഡ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്നും എത്താത്ത രണ്ട് സമൂഹം ഉണ്ടെങ്കിൽ അതൊന്ന് ഈ ഹിന്ദു സമൂഹവും അത് ഈ മുസ്ലിം സമൂഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെ അതിനെ കാണാൻ കഴിയും? അത് ഞാനിത്തരം പഠനം നടത്തിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് കുറച്ച് ആളുകളുടെ ഈ ഇപ്പോൾ നോബൽ പ്രൈസിലേക്കൊക്കെ വരിക എന്ന് പറയുമ്പോൾ അത്തരം അന്വേഷണാത്മകമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ വരുന്നവരുടെ എണ്ണം കുറയാണ് ഇങ്ങനെ റിലീജിയസായ സമൂഹങ്ങളിൽ. അതിൻ്റെതായ പല പല കാരണങ്ങളുണ്ടായിരിക്കാം. ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് വട്ടം കറങ്ങാണല്ലോ, അത് തന്നെ ആയിരിക്കും അതിൻ്റെ കാരണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ഇന്ത്യയിൽ എത്രയോ കോടിക്കണക്കിന് ആളുകളുണ്ട്, 140 കോടി ആളുകളുണ്ട്. കാമറൂണിൽ വളരെ കുറച്ച് ആളുകളുള്ളൂ. പക്ഷെ എന്നിട്ട് പോലും ഒരു ഫുട്ബോളിൽ നമുക്കൊരു ടീമില്ല ഇത് പറയില്ലേ. കാരണം നമ്മളെന്ന് വെച്ചാൽ ഈ ഇതിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കുറയാണ്. പക്ഷെ ഇന്നിപ്പോ നമുക്ക് നോക്കുമ്പോൾ യഥാർത്ഥ ഡെവലപ്മെന്റ് ഗോൾസിലേക്ക് ആ ഫുട്ബോളിലേക്ക് ഇറങ്ങുന്ന ആളുകൾ ഒരുപാട് വരുമ്പോഴാണ് അതിൽ നിന്ന് ഏറ്റവും വലിയൊരു ക്യാമറ കിട്ടുക. ഇപ്പം നമ്മൾ കേരളത്തിൻ്റെ സ്ഥിതി നോക്കുക. കേരളത്തിൽ നിന്ന് ഒരു പഞ്ചായത്തിൽ 3-4 ടർഫുകളാണ് വന്നുള്ളത്. അപ്പം കളിക്കാൻ പോകുന്ന കുട്ടികൾ കൂടുന്നു. അങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് ഒരു ഫുട്ബോൾ ടീം ഉണ്ടാവാൻ എളുപ്പമാണ്. ഫുട്ബോൾ ടീം ഉണ്ടാവുക പറഞ്ഞാൽ നമുക്ക് വേറൊരു ടീം ഉണ്ടായാൽ പോരല്ലോ, ഒരു ആർട്ട് സ്പോർട്സ് ക്ലബ്ബ് പോരാ. നമ്മൾക്ക് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫുട്ബോളിന്റെ ഫിഫയിലേക്ക് അംഗീകാരം നേടാവുന്ന തരത്തിലുള്ള 2-3 പേരെ നമ്മുടെ ഇന്ത്യക്ക് സംഭാവന ചെയ്യാൻ അടുത്ത് തന്നെ നമുക്ക് കേരളത്തിൽ പറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അടിസ്ഥാന സൗകര്യങ്ങൾ അതിന്റെ വികസിച്ചു. അപ്പൊ അതിലേക്ക് വരുന്ന ആളുകൾ കൂടി. അതുപോലെ അന്വേഷണാത്മകമായി ചിന്തിക്കുന്ന സയൻസിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന ആളുകൾ കൗണ്ട് വരണം.
കൗണ്ട് പൂള് വർദ്ധിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഏറ്റവും മതം കയറ്റി വിടുന്ന പരിപാടി കുറച്ച് കുറയ്ക്കണം. ഇതിലിപ്പോ ഏറ്റവും വിദ്യാസമ്പന്നരായ ആളുകൾ എന്ന് പറയുന്ന പഴയ കാലത്തൊട്ടുള്ള ബ്രാഹ്മൺസ് ആയാലും ശരി, അവർക്കും മതം ഭയങ്കര ഒരു വിഷയം തന്നെ. അതിനൊക്കെ ഭേദിച്ചുകൊണ്ടാണ് ശ്രീരാമനെ പോലുള്ള ആളുകളൊക്കെ പോയിട്ടുള്ളത്. പക്ഷെ അത് കുറവാണ്, വളരെ കുറച്ചാണ്. നിങ്ങളുടെ പഠനം ഏകദേശം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോഴും നമ്മൾ ഈ സംസാരിക്കുന്ന ഈ ഇലക്ഷന്റെ ഒരു പശ്ചാത്തലം നമ്മൾ എടുത്തു നോക്കുമ്പോൾ പോലും അതിനതീതമായിട്ടുള്ള ഒരു സംസാരം കാണുന്നില്ല. നോമ്പെടുത്ത കഥയും പള്ളിപ്പാട്ട് പാടുന്നത് ഒന്നുമില്ല. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് സ്ഥാനാർത്ഥികൾക്ക് ജയിക്കാൻ ഉള്ള ഏറ്റവും കാര്യം എന്ന് പറഞ്ഞാൽ ഈ വോട്ട് ബാങ്കിൽ ഇട്ട് വെച്ചിരിക്കുന്ന ആളുകൾ. ഈ ബാങ്കിൽ നിന്നുള്ള പണം നമ്മൾ എടുക്കുക എങ്ങനെയാണ്? വളരെ എളുപ്പമല്ലേ. ഒരാൾ നിങ്ങളുടെ പേരിലാണ് ആ ബാങ്കിലെ അക്കൗണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളൊരു ഒപ്പിട്ട് കൊടുത്താൽ മതിയല്ലോ, അത് പുസ്തകം കിട്ടുമല്ലോ. അതേപോലെ ഇവര് മതമേലധ്യക്ഷന്മാരും പുരോഹിതന്മാരും അല്ലെങ്കിൽ ഒരു വലിയൊരു സമൂഹം കൂടിയിട്ട് വിശ്വാസികളുടെ വോട്ട് മുഴുവൻ അവരുടെ കയ്യിലാണെന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ധരിച്ചു വെച്ചിരിക്കുന്നു, അവർ അത് കച്ചവടം ചെയ്യുന്നു. അപ്പോൾ ഇവരെ ആകർഷിക്കണം. ഈ മതമേലധ്യക്ഷന്മാരെ എങ്ങനെ ആകർഷിക്കാം? അങ്ങനെയാണെങ്കിൽ അവരെ കസ്റ്റഡിയിലുള്ള വോട്ട് മുഴുവൻ കിട്ടുകയാണെങ്കിൽ പണി എടുക്കാണ്ട് കിട്ടുമല്ലോ എന്നുള്ളതാണ്. വലിയ പണിയൊന്നും എടുക്കണം. നിങ്ങളിത് വല്ലാണ്ട് വല എറിയണ്ടേ? അല്ലെങ്കിൽ ഇത് മൊത്തം ഒരു സമുദ്രത്തിൽ നിന്ന് നിങ്ങൾ വലയെടുത്ത് മീൻ പിടിക്കുന്നതും ഇവിടെ ഒരു ചെറിയൊരു കുളത്തിൽ അദ്ദേഹം എല്ലാ മീനുകളും പിടിച്ചു വെച്ചിരിക്കുന്ന അതിൽ ചൂട്ടി പിടിക്കുന്നതിനുള്ള ഒരു എളുപ്പമുണ്ടല്ലോ. തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈ നമ്മൾ വ്യക്തികളെയാണ് നോക്കുന്നത്, മാനിഫെസ്റ്റോ നമ്മൾ കാര്യത്തിലെടുക്കുന്നില്ല. ഇപ്പോൾ എന്നാലും നമ്മൾ ഇടയ്ക്കൊക്കെ പലപ്പോഴും പറഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഏത് സ്ഥാനാർത്ഥിക്ക് വേണമെങ്കിലും കുത്താനുള്ള ഒരു അവകാശം ജനാധിപത്യത്തിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അവർ ഒരു ആ രീതിയിൽ പ്രവർത്തിക്കുമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അയാൾക്കാണ് വോട്ട് കൊടുക്കേണ്ടത്. അത് പാർട്ടി ഭേദമന്യേ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയണമെന്ന് നമ്മൾ പറയാറുണ്ട്. അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പോൾ എന്നാലും ഞാനിപ്പോൾ എൻ്റെ ഒരു സംശയം, നമ്മൾ ഈ യഥാർത്ഥ ഐഡിയൽ എന്ന് പറയുന്നത് മാനിഫെസ്റ്റോ നോക്കിയിട്ട് നല്ല നിലപാടുകൾ വെച്ച ആ പാർട്ടിക്ക് മുന്നണിക്ക് കൊടുക്കുക എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ, നിലവിലെ മാനിഫെസ്റ്റോ കമ്പയർ ചെയ്യുമ്പോൾ ഏത് പാർട്ടിയുടെ മാനിഫെസ്റ്റോ ആണ്? വ്യക്തികൾ വിടുക, അവരുടെ മറ്റ് രാഷ്ട്രീയ അജണ്ടകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് നോക്കുമ്പോൾ മാനിഫെസ്റ്റോ വൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് പാർട്ടിയുടെ ആയിരിക്കും, ഏത് മുന്നണിയുടെ ആയിരിക്കും നല്ല മാനിഫെസ്റ്റോ? 2020. പക്ഷേ 2 സീറ്റിൽ മത്സരിക്കുന്നുള്ളൂ. അതാണ് പ്രശ്നം. മാനിഫെസ്റ്റോവും അദ്ദേഹം വെച്ചിട്ടുള്ള ചില പരിപാടികളുണ്ടല്ലോ, നിയമസഭയിലേക്ക് വേണ്ടി അദ്ദേഹം വെച്ചിട്ടുള്ളതായാലും അദ്ദേഹത്തിനൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഞാനത് മുഴുവൻ വായിച്ചു നോക്കിയപ്പോൾ അതാണ് ഏറ്റവും നല്ലത്. ശരിക്കും കേരളത്തിന് നല്ലത് കേട്ടോ, ഒരു റീജിയൻ എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബഹുസ്വര സമൂഹത്തെ ഉൾക്കൊള്ളുന്ന രീതിയിൽ വെച്ചിട്ടുള്ളത്. എന്താണ് ആ പ്രത്യേകത എടുത്ത് പറയാൻ ഏതെങ്കിലും? അതായത് നമ്മളുടെ ഈ സ്റ്റേറ്റിനെ എങ്ങനെ അവരുടെ ഒരു ഗവേൺസിലൂടെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതാണ് അതിന് കാണുന്നത്. അതിൻ്റെ മാതൃക അവർ പഞ്ചായത്ത് തലത്തിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. അത് ആ പഞ്ചായത്തിൽ എങ്ങനെയാണ് അവർ വിജയിപ്പിച്ചിട്ടുള്ളത്, അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ 964 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലും എല്ലാം കൂടുന്ന കേരള സംസ്ഥാനത്തെയും ഒരു 10 വർഷം കൊണ്ട് കടയില്ലാത്ത സ്റ്റേറ്റാക്കി മാറ്റി തരാമെന്ന് പറയുന്ന വാഗ്ദാനം അത് വെറുതെ അല്ല എന്ന് നമുക്ക് അതിൽ മൊത്തത്തിൽ വായിച്ചപ്പോൾ മനസ്സിലായി. അതിൽ റീസൺ ഉണ്ട്, യുക്തിയുണ്ട്. പക്ഷെ നമ്മൾ ഇവിടേക്ക് വരികയാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ അത് കൂടുതലും ഒരു കേരള ഒരു കോണ്ടെക്സ്റ്റിലല്ലേ നിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് മത്സരത്തിക്ക് വരാം. അപ്പോൾ ഒരു നാഷണൽ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ നല്ലത്. ഇതിപ്പോൾ നമ്മൾ ചില രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന, നിങ്ങൾ പറഞ്ഞ വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾ ചില വ്യക്തികൾക്ക് ചിലത് ചെയ്യാൻ കഴിയുന്ന ചില പ്രസ്ഥാനങ്ങളുണ്ട്. അതൊരിക്കലും BJP അല്ല, CPM പോലുള്ള പാർട്ടികളല്ല. അതിൽ നിങ്ങൾ എത്ര വ്യക്തിയായാലും, നിങ്ങൾ ഇപ്പോൾ രാധാകൃഷ്ണനായാലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. MM മണി ചെയ്യുന്ന തന്നെ രാധാകൃഷ്ണൻ ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അവിടെ വ്യക്തി നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനം ഏതാന്ന് നോക്കണം. എന്നാൽ മറിച്ച് ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്തൊക്കെയാണ്, അതിൽ വ്യക്തികൾക്ക് പലതും ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ച് ഈ പ്രാതിനിധ്യവും ആണെങ്കിൽ പോലും നമുക്ക് വേണമെങ്കിൽ ചില വ്യക്തി, അതായത് നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം, നിങ്ങളൊരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങളെ മന്ത്രി ആയാലും നിങ്ങൾ MLA ആയാലും നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ് യഥാർത്ഥ ഡെമോക്രാറ്റിക് പ്രസ്ഥാനങ്ങൾ. മറ്റേതൊക്കെ ഈ സമഗ്രാധിപത്യ പ്രസ്ഥാനങ്ങളാണ്. എല്ലാവരെയും നിയന്ത്രിക്കാൻ ഒരു വലിയേട്ടൻ ഉണ്ടായിരിക്കും. ഞാൻ 2 വലിയേട്ടൻ. അപ്പൊ ഇത് ഉറപ്പാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇനി നമുക്ക് മറ്റേക്ക് പോവാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഈ മാനിഫെസ്റ്റോകൾ നോക്കിയപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന
ഈ വ്യത്യസ്തങ്ങളായ ജനവിഭാഗങ്ങളെ മുഴുവൻ ഒരുമിച്ച് കൊണ്ടുപോകാവുന്ന തരത്തിലുള്ള മാനിഫെസ്റ്റോ വെച്ചിട്ടുള്ളത് കോൺഗ്രസിന്റെയാണ്. അതിനെതിരെ ഇപ്പോൾ ഒരു വലിയൊരു ആരോപണം നടക്കുന്നത് ഈ മുസ്ലിം ലീഗിന്റെ, പഴയ മുസ്ലിം ലീഗിന്റെ മാനിഫെസ്റ്റോ ആണ് കോൺഗ്രസ് വെച്ചിരിക്കുന്നത്. പഴയ മുസ്ലിം ലീഗോ? അതെ, അതുപോലെയുള്ള സംഗതികളാണ് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീമും. പഴയതാണോ? പഴയത് നമ്മളെ ഇപ്പോഴത്തെ അല്ല. അങ്ങനെ വേണമെങ്കിൽ ചിലപ്പോൾ ചില്ലറ കാലത്തുള്ളതായിരിക്കും. അതെ, അല്ല, അതിൽ പറഞ്ഞത് തന്നെയാണ് ഇതിലും കാണാൻ കഴിയുന്നത് എന്നുള്ള രീതി. ശരിയായ നിയമത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതായത് വ്യക്തി നിയമങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുന്ന ആ രീതി എന്നൊക്കെയുള്ള ചില സംഗതികൾ. അല്ല, അതൊന്നും ഒരിക്കലും ഒരു ജനാധിപത്യ കക്ഷിക്ക് നിരക്കുന്ന കാര്യങ്ങളല്ല. അത് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പൊ, അങ്ങനെ പറയുന്നു വരുമ്പോ. അപ്പൊ ഞാൻ ചോദിക്കും, അതെ, അത്രേ ചോദിച്ചോളൂ. ഞാൻ ചോദിക്കുന്നത്, നമുക്ക് തമ്മിൽ ഭേദം അങ്ങനെ കണ്ടെത്താൻ കഴിയുന്നതുകൊണ്ട് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയിലെ നിലവിലെ മാനിഫെസ്റ്റോയിൽ നിന്നും നല്ലത് എടുത്തിട്ട് നമുക്കൊരു ഏകീകൃത എല്ലാം യൂണിഫോം സിവിൽ കോഡ് പോലെ ഉണ്ടാക്കലാണല്ലോ. അപ്പൊ ഒരു ഏകീകൃത മാനിഫെസ്റ്റോ നമുക്ക് ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും? ഒരു പുതിയ, അതെ, നല്ല കാര്യമായിരിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എന്ത് പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കണമെങ്കിലും അതിന്റെ തടസ്സം നമ്മുടെ ഇന്നത്തെ ഇലക്ഷൻ നിയമങ്ങളാണ്. നമ്മൾക്ക് ആകെ 5% വോട്ട് കിട്ടുന്ന വെച്ചാൽ പിന്നെ അടുത്ത ഇലക്ഷനിലാകുമ്പോൾ ഇവർക്ക് അധികാരം കിട്ടില്ല എന്ന് വിചാരിച്ച് ജനങ്ങൾ പിന്നെ ഈ 5% വോട്ട് കിട്ടി നമുക്ക് 7 സീറ്റ് തരുമായിരുന്നെങ്കിൽ നിയമസഭയിൽ നമ്മൾ 140 സീറ്റുകളിലും നമ്മൾ നിർത്തി. നമ്മൾ സ്വതന്ത്ര ചിന്തകരാണ്, അല്ലെങ്കിൽ സെക്കുലറിസ്റ്റുകൾ, പ്യുവർ സെക്കുലർ വാദക്കാരാണ്. നമുക്ക് പ്രീണനം ഇഷ്ടമല്ല. പ്യുവർ സെക്കുലർ അല്ല, ഇവര് വ്യാജ സെക്കുലർ ആണെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പ്യുവർ സെക്കുലർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഇവര് പരിപൂർണമായ വ്യാജാണ്. അതിൽ കുറച്ച് സത്യസന്ധമായിട്ടുള്ള വർഗീയവാദം പറയുന്ന 2 പാർട്ടികൾ, അല്ലെ വർഗീയല്ല, ഒന്ന് മുസ്ലിം ലീഗ് അവരുടെ സമുദായത്തിന് വേണ്ടി നിൽക്കുന്നു, അത് ഇതാണ്. അതുപോലെ ഹിന്ദു, അവര് സത്യസന്ധരാണ്. കാരണം അവര് സെക്കുലർ അല്ല, അവര് സെക്കുലർ ആവാൻ പറ്റില്ല അവർക്ക്. മുസ്ലിം ലീഗാണ് കുറച്ചും സെക്കുലർ, അവർക്ക് മതമാണ് അവരുടെ പ്രധാന സ്ഥാനം. സെക്കുലർ ആണെന്ന് പറഞ്ഞുകൊണ്ട് സെക്കുലറിസത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെയാണ് നമ്മൾ അവിടെ സെക്കുലർ എന്ന് പറയുന്നത്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മളൊരു പുതിയ ഒരു മാനിഫെസ്റ്റോ ഉണ്ടാക്കാൻ പോകുന്നു പറയുമ്പോൾ അത് പരിപൂർണമായി പ്യുവറായി സെക്കുലർ ആശയങ്ങളുള്ള ഒരു മാനിഫെസ്റ്റോ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം അങ്ങനെ നിന്നാൽ ഇവിടുത്തെ സ്വതന്ത്ര ചിന്തകരെയും സെക്കുലർ ആയിട്ടുള്ള ആളുകളെയും ഈ മുന്നണി മടുത്ത ആളുകളെയൊക്കെ നമ്മൾ ചേർത്ത് കഴിഞ്ഞ് ഒരു 5% വോട്ട് കിട്ടുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് 5% അർഹതയുള്ള ആനുപാതിക പ്രാതിനിധ്യമുള്ള സീറ്റ് ഇവിടെ കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് 5-ൽ നിന്നും 10-ലേക്കും 15-ലേക്കും 30-ലേക്കും വളരാൻ കഴിയുമായിരുന്നു. 400 സീറ്റും കഴിയുമായിരുന്നു. പക്ഷെ ഇവിടെ എന്താ സംഭവം, ഇവിടെ 5 ഇത് കിട്ടുമ്പോൾ നമുക്ക് പിന്നെ ഒരു അധികാരം കിട്ടുന്നില്ല, ഒരു സീറ്റും ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഇവരെ കൊണ്ട് കാര്യമില്ല എന്ന് നമുക്ക് പൊതുജനം കരുതുകയും പിന്നെ ആ മുളയിലെ അതിനുള്ളിൽ പോവുകയാണ് പതിവ്. അവിടെയാണ് പ്രശ്നം വരുന്നത്. അല്ലാണ്ട് മാനിഫെസ്റ്റോ ഇറക്കാൻ പറ്റണ്ടല്ല, പക്ഷെ അത് നമ്മൾ ഇലക്ഷൻ ബോണ്ട് വാങ്ങാൻ പോയാൽ അതുപോലും നമുക്ക് നമ്മുടെ ബോണ്ട് ആരും വാങ്ങിക്കില്ല, ഒരു രക്ഷയില്ല. അത് കാരണം അധികാരമുള്ളവർ മാത്രമേ ബോണ്ട് കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ നോക്കുമ്പോ ഈ ബോണ്ടിനൊന്നും പോവാത്ത CPM കിട്ടിയത് 435 കോടി രൂപയാണ്. ആലോചിക്കണം, 1% പോലും സീറ്റില്ലാത്ത, വോട്ടിംഗ് ശതമാനം ഇല്ലാത്ത പാർട്ടിക്ക് നാഷണൽ ലെവലിൽ അതിന്റെ കുറച്ചും കൂടി ഉള്ള കോൺഗ്രസിന് 20% വോട്ട് കിട്ടിയ കോൺഗ്രസിന് കിട്ടിയിട്ടുള്ളത്. അല്ല, അത് ഇത്തവണ നമ്മുടെ ഇടതുപക്ഷത്തിന് നാഷണൽ പാർട്ടി പദവി പോലും നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു ഭീഷണി അവിടെ നിൽക്കുന്നു. അതായത് ഇവരുടെ ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം, നമ്മൾ ഈ മുന്നണി രാഷ്ട്രീയത്തിന്റെ ഒരു പ്രശ്നം, CPMന് നാഷണൽ പദവി പോകുന്നതിൽ ആർക്കാണ് വിഷമം? CPMന് വിഷമം നമുക്ക് മനസ്സിലാവും, കോൺഗ്രസിനാണ് വിഷമം. ഇതാണ് ഇവരുടെ പ്രശ്നം. ഇവിടെ കീരി പാമ്പും പോലെ, അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മളുടെ ഒരു നാട്ടുപുറത്തേക്ക് വരിക, എത്രമാത്രം അവർ തമ്മിലുള്ള വൈരുദ്ധ്യം എത്രയാണ്, എങ്ങനെയാണ് അവരവിടെ പ്രവർത്തിക്കുന്നത്. എന്നിട്ട് ഇവര് ചെയ്യുന്നത് രാജസ്ഥാനിൽ സീറ്റ് കൊടുത്തിരിക്കുകയാണ്, ജയിക്കട്ടെ എന്ന്. കാരണം അവർക്ക് അപ്പൊ പിന്നെ എന്താണ് ഈ സമഗ്രാധിപത്യത്തിന് നമ്മൾ കാണാറുണ്ടല്ലോ. ഈ ഇപ്പൊ ചില സമയങ്ങളിലെങ്കിലും ഇപ്പോ മാനിനെ വേട്ടയാടാൻ വേണ്ടി സിംഹം ഓടുന്നു, രണ്ടുപേരും ക്ഷീണിച്ചു കഴിയുമ്പോ എന്നാ കുറച്ച് വെള്ളം കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് അതായിരിക്കുമല്ലേ സിംഹം ഒരു ഗ്യാപ്പ് കൊടുക്കും. പക്ഷെ കോൺഗ്രസിന്റെ ഉള്ളില് യഥാർത്ഥ കോൺഗ്രസ്സുകാർക്ക് ഏറ്റവും കൂടുതൽ നീരസം എന്നുള്ള ഒരു കേസ് ഇതാണ്. പല കോൺഗ്രസ്സുകാരും അവരെന്തുകൊണ്ട് കമ്മ്യൂണിസത്തെ എതിർക്കുന്നു അല്ലെങ്കിൽ എതിർക്കുന്നു വെച്ചാൽ ഇത് ക്രിമിനൽ സ്വഭാവം കൊണ്ടാണ്.
അത് കണ്ണടച്ചു കൊടുക്കല്ലേ. അതെ, ഈ കൃപേഷിനെ പോലുള്ള ആളുകളെയൊക്കെ കൊന്ന് തള്ളി ഇപ്പോഴും ബോംബുണ്ടാക്കുകയാണ് അവിടെയുള്ള ആളുകൾ. ഈ ബോംബ് എന്തിനുണ്ടാക്കുന്നത്? എന്തിനാണ് ഒരു ഡെമോക്രസിയിൽ ബോംബ്? അതിപ്പോ നമ്മൾ നേരത്തെ ചോദിച്ച പോലെ എന്തിനാണ് സ്വാതന്ത്ര്യ സമരത്തിൽ മതം മാറ്റം എന്ന് പറഞ്ഞാൽ ഇത് ബോംബ് വടകരയിലിരുന്ന് ബോംബ് ഉണ്ടാക്കണം. ഈ ബോംബ് എടുത്ത് ഉണ്ടാക്കി 4 സ്ഥലത്ത് പൊട്ടിച്ച് കുറെ ആളുകൾ ഇലക്ഷൻ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കണം. നമ്മളിപ്പോ ഈ ഉയർന്ന മിഡിൽ ക്ലാസ് ആളുകൾ വോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ വളരെ അവരെ വീട്ടിൽ വളരെ ശാന്തമായ ഈ ശാന്തമായ അന്തരീക്ഷം തകർത്താൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഇതാണ് ലക്ഷ്യം. പക്ഷെ ഈ ബോംബ് ഉണ്ടാക്കുന്നത് ഇപ്പോഴും നന്നായിട്ട് ഇവർ ഇത്രയും വർഷമായി ബോംബ് ഉണ്ടാക്കി തുടങ്ങിയിട്ട് ഇതൊരു കൃത്യത പഠിച്ചിട്ടില്ല. അത് അല്ല, പക്ഷെ ആ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ നേരിടാൻ ഇവിടുത്തെ കോൺഗ്രസ് എത്രത്തോളം അതിൽ ഇറങ്ങി? കോൺഗ്രസ് അത് അവരുടെ ഈ ബോംബിന്റെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്നിപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യം ഒന്ന് SFIയുടെ ഗുണ്ടായിസം. സിദ്ധാർത്ഥനെ പോലുള്ള ഒരു വിദ്യാർത്ഥിയെ ആൾക്കൂട്ട വിചാരണ ചെയ്ത് SFIയുടെ ചേട്ടന്മാരുടെ നേതൃത്വത്തിൽ ഇതൊരു വലിയ വിഷയമായിട്ടാണ് ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇതുണ്ടാവുന്നത് നമ്മൾ മനസ്സിലാക്കണം. ബോംബുണ്ടാക്കൽ നിർത്തുന്നില്ല. മാത്രമല്ല അവിടെ ആ ഒരു പ്രശ്നത്തെ തുടർന്ന് BJP ചിത്രത്തിലില്ല. അവിടെ അതിനെക്കുറിച്ചുള്ള ചർച്ചയായാലും എന്തും നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേഴ്സസ് കോൺഗ്രസ് എന്നുള്ള നിലയിലേക്ക് അത് കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഈ ഇടതുപക്ഷത്തിന് പരിക്കേൽക്കുകയല്ലേ ചെയ്യാം. ഇടതുപക്ഷത്തിന് പരിക്കേൽക്കുക അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ഇലക്ഷനിൽ അവരെ ബാധിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഗുണ്ടായിസാണ്. SFI അഴിമതി, കൊലപാതകങ്ങൾ, ഇത് രണ്ടാണ് പ്രധാനം. ശരിയല്ലേ? ഈ ക്രിമിനലും അക്രമവും അഴിമതി എന്ന് പറയുന്നത് കേരളം ഇതുവരെ കാണാത്ത തരത്തിലുള്ള അഴിമതിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വെറുതെ ഇരിക്കുന്ന വീട്ടിലിരിക്കുന്ന കുട്ടിക്കൊക്കെ അക്കൗണ്ടിൽ കാശ് വന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ബോളായ മതി, ഇതാണ് സ്ഥിതി. അത്രയ്ക്കും അഴിമതി ഒരു ദേശവൽക്കരിക്കപ്പെട്ട ഒരു കാലം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പൊ അഴിമതി ഒരു വലിയ പ്രശ്നമായിട്ട് ജനങ്ങൾ ഈ ഇലക്ഷൻ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി അഴിമതി പക്ഷെ ജനങ്ങൾക്ക് ശീലമായല്ലോ. ജനങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ സ്വൈര്യം ഉള്ള ജീവിതം. കിറ്റ് കിട്ടിയോ? കിറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അതിപ്പോ ശീലമായല്ലോ. നിങ്ങൾക്കൊരു സാധനം ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മാത്രമേ അത് നിങ്ങൾക്ക് ഔദാര്യമായിട്ട് കിട്ടിയെന്ന് തോന്നുള്ളൂ. നിങ്ങൾക്ക് സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ അതിന് വിലയില്ലാണ്ടായി. ഇവിടുത്തെ പ്രശ്നങ്ങൾ ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഈ ഗവൺമെന്റിന് ഉള്ളത് സാധാരണക്കാരായ മനുഷ്യരുടെ ആശങ്കകൾ, അവർക്കുണ്ടായിട്ടുള്ള ഭീതി, ഇത് വലിയൊരു സംഭവമാണ്. കുട്ടികളൊക്കെ അകലേക്ക് പറഞ്ഞയക്കുന്ന ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഭയം, ഇത് ഇവർക്ക് ഒട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നെ പിണറായി വിജയന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ 5 വർഷം കൊണ്ട് 5 വർഷം എന്നല്ല 2021 മുതൽ 24 3 വർഷം കൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എന്താ പറയുക പ്രശസ്തിക്ക് ഉണ്ടായിട്ടുള്ള ഡാമേജ് അത് വളരെയധികം ഇവിടെ നമുക്ക് ഇലക്ഷനിൽ കാണാം. കഴിഞ്ഞ ഇലക്ഷനിൽ ഓരോ സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിന്റെ ഫോട്ടോ വയ്ക്കാൻ മത്സരത്തിലായിരുന്നു. ഇന്ന് ഒരാളെ അടുപ്പിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയുടെ ഇതിലും ഒപ്പം നിന്ന് അദ്ദേഹം ചിരിക്കുന്നില്ല. ഇവിടെ മാങ്ങണ്ടി വികസന കോർപ്പറേഷന്റെ പരസ്യം വരുമ്പോൾ ഒരാളുടെ തലയിണ്ടാവും. ഇന്നിപ്പോ ഒരു മുന്നണിയുടെ ഒരു ഇല്ല, അദ്ദേഹത്തിന്റെ ഇല്ല. അദ്ദേഹം പ്രസംഗിക്കാൻ പോകുന്നിടത്ത് ആ സ്ഥാനാർത്ഥിയുടെ ഒപ്പം കുറച്ച് പോസ്റ്റർ അവർ ഒട്ടിക്കും, കുറച്ച് അധികം ഒട്ടിച്ചാൽ ഒട്ടുപോകും. അപ്പോൾ ഈ ലാവ്ലിൻ കേസും അതിലൊക്കെ പെട്ട് മാധ്യമ വേട്ടയിൽ തളച്ചിട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. മുന്നേ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ കേരളം പണ്ടേ സിംഗപ്പൂർ ആകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു തള്ളിവിടെ നിൽക്കുന്നത്. അപ്പൊ അത് വെറും തള്ളായിരുന്നു എന്നും അതൊരു കുമളയായിരുന്നു എന്നും ഒക്കെ ഉള്ളത് ഇന്ന് ആളുകൾ തിരിച്ചറിയണം. പാർട്ടിക്കാർ പോലും തിരിച്ചറിയണം. പാർട്ടിക്കാരെ തിരിച്ചു. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു പാർട്ടിക്കാരനും CPMന്റെ ഉള്ളിലുള്ള ഒരാൾക്കും ഇത് പറ്റില്ല അല്ലെങ്കിൽ ഇത് ശരിയല്ല 3 വാക്ക് പ്രയോഗിക്കാനുള്ള ധൈര്യം ഇവിടെ ആർക്കുമില്ല. ഇവിടെ നിൽക്കുന്ന 20 സ്ഥാനാർത്ഥികളുണ്ട്. ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിനെതിരെ പാർട്ടിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകാധിപത്യം, അദ്ദേഹം വരുമ്പോൾ എല്ലാവരും ഏറ്റു നിൽക്കുക. പഴയ ജയലളിത സ്റ്റൈലിൽ അല്ലേ? അദ്ദേഹം ബസ്സിൽ വെച്ചൊരു യാത്ര നടത്തിയാണ്. ആ യാത്രയിൽ അദ്ദേഹം ഈ വണ്ടിയിൽ കയറി ചെല്ലുമ്പോൾ അവരിയ്ക്കുന്നവരൊക്കെ ഇരിക്കും,
പിന്നെ അദ്ദേഹം ഇരുന്നാൽ എല്ലാവരും ഇരിക്കും, പിന്നെ വീണ്ടും ആളെ ഏറ്റാപ്പം എല്ലാവരും ഇരിക്കും. ഇതാണ് അതിൽ അവിടെ നടക്കുന്നത്. ഇതിൽ പെട്ട 20 പേരാണ് ഇവിടെ മത്സരിക്കുന്നത്. ഈ ഇദ്ദേഹത്തോട് നോന്ന് പറയാൻ കഴിയാത്ത ഈ 20 പേരെ പോയിട്ട് ഈ മോദിക്കെതിരെ എന്ത് പറയുന്നത്. ആ യാത്ര വലിയ ഒരു നവകേരള യാത്ര വലിയ ഒരു ഡാമേജ് ഉണ്ടാക്കി എന്ന് തന്നെ പറയുന്നല്ലേ ശരി. പക്ഷെ അവർക്കത് തോന്നിയിട്ടില്ല. ഇല്ല, നിങ്ങൾക്ക് ഇതിൽ എപ്പോഴും ശ്രദ്ധിക്കണേ, ഇത് ഏകാധിപതിക്ക് ഒരു ഏകാധിപതിക്ക് ഒരിക്കലും ജനങ്ങളെ പൾസറിയാൻ കഴിയില്ല. അവരുടെ കൂടെയുള്ള ആളുകൾക്ക് മുഴുവൻ ഭയന്നാണ് അവരോട് കൂടെ സഞ്ചരിക്കുന്നത്. അവർ പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രമേ അവരോട് പറയുള്ളൂ. ഇന്ദിരാഗാന്ധി 1.5 വർഷത്തോളം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇപ്പൊ ഇന്ത്യയിലുണ്ടായുള്ള ഏറ്റവും വലിയ ഏകാധിപത്യം എന്ന് പറഞ്ഞാൽ അതാണ്. എലക്ഷൻ പോലും ഇല്ല, പത്രമില്ല, അത്രയ്ക്കൊന്നും ഇപ്പോഴായിട്ടില്ലല്ലോ. പക്ഷെ ഈ കാലഘട്ടങ്ങളിൽ അവർക്ക് അവസാനത്തെ എതിർപ്പുള്ള ആളെ വരെ ജയിലിലടയ്ക്കാൻ കഴിഞ്ഞു. പ്രതിപക്ഷം തന്നെ ഇല്ലാണ്ടാക്കാൻ അവർ കഴിഞ്ഞു, എല്ലാം വിജയിച്ചു. പക്ഷെ അവരെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് വിദേശത്തുണ്ടായിരുന്ന അവരുടെ ഇമേജാണ്. ഏറ്റവും വലിയ ജനാധിപത്യവാദിയായ ജവഹർലാലിന്റെ മകളാണ്. ജവഹർലാൽ നെഹ്റു വേഗം മരിച്ചുപോയി. പക്ഷെ അദ്ദേഹത്തിന്റെ സമകാലീനരായിരുന്ന ആളുകളൊക്കെ അന്നും ജീവിച്ചിരിക്കണ്ടായിരുന്നു. അവർ മുഴുവൻ വിദേശത്തിരുന്ന് ഇന്ദിരാഗാന്ധിക്കെതിരെ പണി തുടങ്ങിയപ്പോൾ നിവൃത്തിയിലുണ്ടായപ്പോൾ ഇവർ വിചാരിച്ചെന്നാൽ ഇലക്ഷൻ നടത്തിക്കളയാന്ന് വിചാരിച്ചു. ഈ പറഞ്ഞ ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ എല്ലാ സീറ്റിലും ജയിക്കുന്ന പറഞ്ഞത്. നമുക്ക് വിജയം സുനിശ്ചിത എന്ന് പറഞ്ഞിട്ടാണ് ഇലക്ഷൻ നടത്തിയത്. ഈ ഏകാധിപതികളോട് യഥാർത്ഥ വസ്തുത ആളുകൾക്ക് പറയാൻ ഭയമാണ്. ഒരിക്കലും അവർ പറയില്ല. പറയുന്നവൻ തൂക്കിലേറ്റപ്പെടും, അല്ലെങ്കിൽ അവൻ്റെ പണി കഴിയത് പേടിച്ചിട്ടാണ് പറയാത്തത്. ഒരാളും പറയില്ല. അതുകൊണ്ട് ഇവർ ഈ കേരള യാത്ര ചോദിച്ചാൽ പറയും. അപ്പോൾ ശരിക്കും നമ്മൾ സാധാരണ പറയാറുണ്ട് മുണ്ടുടുത്ത മോദി എന്ന് പറയുന്നുണ്ട്. അത് ശരിക്കും മുണ്ടുടുത്ത പിണറായി എന്ന് മോദിയെ വിളിക്കുന്നതാണോ ശരി? അങ്ങനെ അല്ല, അദ്ദേഹത്തിന്റെ ഇവരുടെ ഒരു ആശയങ്ങൾ എന്നുള്ള വെച്ചാലേ ഈ ഹിന്ദുത്വയുടെ ഇവരുടെ ആശയങ്ങൾ അത് 2 രീതിയിൽ വെച്ചാൽ ഒന്ന് ഏത് രീതിയിലായാലും ഈ 2 ആശയങ്ങളും ഏകാധിപത്യപരമാണ്. സമഗ്രാധിപത്യം എന്നാണ് ഇതിനെ പറയുക. ശരിക്കും ഫാസിസം എന്ന് പറയാൻ പറ്റില്ല. മൊത്തം അവരുടെ അധികാരത്തിന്റെ ഉള്ളിലാക്കുന്ന ഒരു സാധനമാണ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ. മറ്റേ ഫാസിസം ഒക്കെ നമ്മുടെ കഴിഞ്ഞ 1945 കൂടി നമുക്ക് തീർത്തു കഴിഞ്ഞല്ലോ. അതിനുശേഷം നിന്നിട്ടുള്ള ഏറ്റവും ഭീകരമായ വ്യവസ്ഥകൾ എന്ന് പറയുന്നത് ഇതാണ്. ചൈനയിൽ നിലനിന്നുകൊണ്ടിരിക്കുന്നത് ഈ സമഗ്രാധിപത്യമാണ്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ 2 പേരും ഇങ്ങനെ ആവുന്നതിന്റെ കാരണം ഈ 2 പേരും ഈ സമഗ്രാധിപത്യത്തിന്റെ ആശയമുള്ള ആളുകളായതുകൊണ്ടാണ്. അപ്പൊ അവരുടെ ഒക്കെ പെരുമാറ്റങ്ങളും അവരുടെ രീതികളൊക്കെ ഏകദേശം ഒരുപോലെ ആയിരിക്കും. സമഗ്രാധിപതി ആവാൻ പോയ ഒരാളായിരുന്നു ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി കുറച്ചും കൂടി സമഗ്രാധിപതിയായിരുന്നു. ഇവിടെ ഒരു കാര്യം സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ ഇന്ദിരാഗാന്ധി ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് വന്നപ്പോൾ അവിടെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വലിയൊരു പ്രഷർ അവിടെ വന്നത് പുറത്തുനിന്ന് ആയിരുന്നു എന്ന് പറഞ്ഞു. പുറത്തുനിന്നാണ്. ഇവിടെ ഉണ്ടായിരുന്നു പ്രഷർ, പക്ഷെ ഇവരെ മിണ്ടാൻ കഴിയില്ലായിരുന്നു. അവസാനത്തെ ആളെ പോലും ജയിലിലാക്കി. അപ്പൊ അവിടെ നിലനിൽക്കുന്നത് ഒരു അക്കൗണ്ടബിലിറ്റി, ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ മുന്നിലുള്ള ഒരു അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു വിഷയമാണല്ലോ. ഇന്നിപ്പോ ഇന്ത്യ മൊത്തത്തിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെ ഇന്റേണൽ ആയിട്ടുള്ള ഇവരുടെ ഈ വളരെയധികം ധാർഷ്ട്യത്തോടു കൂടിയുള്ള ചില നിലപാടുകൾ എല്ലാം നമ്മൾ കാണുന്നു. എന്തൊക്കെയായാലും അതിൻ്റെ ഒപ്പം അവർ ബിൽഡ് ചെയ്യുന്നൊരു നാഷണൽ ഇമേജ് ഉണ്ട്. ആ നാഷണൽ ഇമേജിൽ ഒരു പ്രധാനപ്പെട്ട സാധനമാണ് ഒരു വിശ്വഗുരു എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റും. അതെ, അതൊക്കെ വെച്ചുകൊണ്ട് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഒരു കൊട്ടകയാണ് ഇന്ത്യ എന്നുള്ള ഒരു സംഗതി. അതുപോലെ മറ്റു തലത്തിൽ ഇപ്പോൾ ഇക്കണോമിക് ഗ്രോത്തിന്റെ കാര്യങ്ങൾ വെച്ചിട്ടാണെങ്കിൽ പെരുപ്പിച്ച കണക്കാണെന്ന് ഉള്ള ആരോപണങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ തന്നെ അതെല്ലാം അവിടെ വലിയ തോതിൽ അവർ പറഞ്ഞു വെച്ചുകൊണ്ട് വലിയൊരു ഇമേജ് ബിൽഡിംഗ് നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സംഭവമാകുന്ന സമയത്ത് ഇപ്പോൾ ഒരു വശത്ത് ഇതൊക്കെ നടക്കുമ്പോഴും മറ്റൊരു വശത്ത് നമ്മൾ കാണുന്നത് ഇന്ത്യ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ആകുന്നു എന്നുള്ള ഒരു നറേഷനും നമ്മളവിടെ കാണുകയാണ്. അപ്പോൾ ഇത് തമ്മിൽ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ ഈ ഇൻ്റർനാഷണൽ പ്രഷർ ഇവിടെ ഇതുപോലെ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ആകുന്നതിന് തടസ്സമാകില്ലേ എന്നാണ്. ഉറപ്പായിട്ടും അതെന്താ സംഭവം അറിയും. ഇദ്ദേഹം നിങ്ങൾ 2014 അദ്ദേഹം ആദ്യമായിട്ട് പ്രധാനമന്ത്രി ആയതിനു ശേഷം ആദ്യം ചെയ്തത് എന്താണ് ശരിക്കും? അദ്ദേഹം നിരന്തരമായ യാത്രകളായിരുന്നു. അതെ, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഒരു രാജ്യത്തേക്കും ആളെ കടത്തിയിരുന്നില്ല എന്നുള്ളതായിരുന്നു. എല്ലായിടത്തേക്കും. അപ്പൊ അദ്ദേഹം ആദ്യം ബിൽഡപ്പ് ചെയ്ത് അതാണ്. ആളൊരു പ്രത്യേക ഒരു ഇമേജ് ഉണ്ടാക്കി അപ്പൊ നമ്മൾ തന്നെ ആ കാലത്ത് മോദി അധികം പുറത്തായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ അദ്ദേഹം അത് കഴിഞ്ഞു. ഇന്റർനാഷണൽ ആയിട്ട് ബിൽഡപ്പ് ഇത് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ തരം ഈ ഏകാധിപതികളുടെ ഒരു പ്രധാന രീതി. അതവർ ചെയ്തു കൊടുക്കുകയും അദ്ദേഹം കുറേ കാര്യങ്ങൾ അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള
വളർച്ച, സാമ്പത്തികമായിട്ടുള്ള വളർച്ച എന്ന് പറയുന്നത് അത് മോദിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം 2014 ഉണ്ടാക്കിയതൊന്നും അല്ല. അത് ശരിക്കും തുടർച്ചയാണ്. 91 ഉണ്ടായിട്ടുള്ള നമ്മളുടെ നയമാറ്റത്തിന്റെ ഭാഗമായിട്ട് 10 വർഷത്തിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് വലിയ പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്ന് വരെ അത് നമ്മുടെ അതൊരു ജോമെട്രിക്കൽ പ്രോഗ്രഷൻ ആണ്. 10 വർഷത്തിനുണ്ടായ ഇതിന്റെ ജോമെട്രിക്കൽ പ്രോഗ്രഷൻ ആയിട്ടാണ് അതിന്റെ 10 വർഷമായിട്ട് വന്നത്. നമ്മുടെ ലോകത്തിൽ തന്നെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തുകയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് വന്നിട്ടുള്ളത്. അതൊക്കെ കൊടുക്കാൻ മാത്രമുള്ള രീതിയിലേക്ക് രാജ്യം ഫണ്ട് കണ്ടെത്തുന്ന രീതിയിലേക്ക് രാജ്യം വളർന്നു 10 വർഷം കൊണ്ട് തന്നെ. കാരണം ഈ സോഷ്യലിസ്റ്റ് വ്യവസ്ഥ, ഈ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളോടുള്ള ചില മതിപ്പ്, ഈക്വാലിറ്റിയെ പറ്റിയിട്ട് ഉള്ള അബദ്ധധാരണ, ഇതൊക്കെ ആയിരുന്നു നമ്മളെ 91 വരെ പിടിച്ചു നിർത്തിയിരുന്ന കട. ഇത് മാറ്റിയോടുകൂടി 10 വർഷം കൊണ്ട് അത് കഴിഞ്ഞോടുകൂടി തന്നെ ഇന്ത്യ അതിലേക്ക് പോയി. ആ അടുത്ത 10 വർഷം അതിൻ്റെ ഒരു വളർച്ച തുടർച്ചയാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നുണ്ടായിട്ടുള്ള വീണ്ടുമുള്ള ആ ഭൂമാണ് നമ്മളിവിടെ കാണുന്നത്. മോദിക്ക് അത് തടഞ്ഞു നിർത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് നമ്മളിതിൽ കാണേണ്ട കാര്യമുള്ളൂ. ഞാൻ ഈ മോദിനെ കുറ്റം പറയുന്നത് വിചാരിക്കരുത് കേട്ടോ. കാരണം സാധാരണ ഇപ്പൊ അദ്ദേഹത്തിന് പകരം അവിടെ വേറൊരു സീറ്റിൽ ഒരാളിരുന്നാലും ഇതൊക്കെ നടക്കും അതിൽ. പക്ഷെ നിങ്ങൾ വേറെ കാര്യം വേണം, നിങ്ങൾക്ക് ക്യാപിറ്റലിസത്തോട് കലി പാടില്ല. അതിപ്പോ ആർക്കും ഇല്ല അത് ശരിക്കും. പക്ഷെ ഇദ്ദേഹത്തിന്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസം അവർ ഫ്രീ ആക്കി അതിനെ വിട്ടില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് അദ്ദേഹം ചില ആളുകളെ വളർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം നിശബ്ദമായി പണിയെടുത്തു എന്നുള്ളത് ക്രോണിക് അതാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആരോപണമല്ല. നമുക്ക് പിന്നീട് ഇപ്പോ ഈ ഇലക്ട്രൽ ഫണ്ടിന്റെ ഘടന കാണുമ്പോൾ നമുക്കറിയാം ആളുകളെ വേട്ടയാടുന്നത് എങ്ങനെയാണെന്നും വേട്ടയാടിയ ആളുകളെ കൊണ്ട് പണം കൊണ്ടുവരിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ വളരെ ഈസി ആയിട്ട് പാറ്റേൺസ് നമുക്ക് കാണാൻ കഴിയുന്നു. മാത്രമല്ല ഒരു പാർട്ടി പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇത്രയും നിയമവിധേയമായ മാർഗം അവലംബിച്ച് ലോകത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. അതിപ്പോ അവരുടെ ഒരു വലിയൊരു നേട്ടമായിട്ടാണ് ഇപ്പൊ പറയുന്നത്. ഇപ്പൊ ഇത് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത്, അതായത് പണ്ടും ഇത് നടന്നിരുന്നു, അന്ന് ഈ പൈസ എവിടെ പോയിന്ന് ആർക്കും അറിയില്ല. ഇന്ന് ഞങ്ങൾ അത് നിങ്ങളുടെ മുന്നിൽ കണക്കാണ് അറിയുന്നത്. അതായത് ഹഫ്ത പിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കണക്ക് പുസ്തകം പുസ്തകം വെച്ച്. ഇതിന്റെ പ്രശ്നം എന്താ അറിയോ, ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മറ്റേതില്ല അതില്ലേ ഇല്ല. അതെ, ഇവര് പറയില്ലേ മുമ്പ് ഇത് ഉണ്ടായിരുന്നു, ആ ഉള്ളതുണ്ട്, അതേ കൂടിയാണ് ഇത്. അതുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. CPM അത് വാങ്ങിയില്ല എന്ന് പറയുന്നുണ്ടല്ലോ. CPM ഈ 1% പോലും കിട്ടാതെ വോട്ടില്ലാത്ത കക്ഷി 435 കോടി രൂപ ഒരു വർഷം വാങ്ങിയത് പറയും. അത് ബോണ്ടിൽ തന്നെ അല്ല, അവര് ബോണ്ടില്ലല്ലോ, ബോണ്ടല്ല ഈ ഡൊണേഷൻ. അതെ, ഞാൻ പാർട്ടി ഫണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 37% അല്ല 30% മേലെ വോട്ടുള്ള BJPക്ക് എത്ര കിട്ടണം? ഇത് 400. നിങ്ങളിത് കണക്കൂട്ട്, ഒരു പ്രൊപ്പോർഷൻ വെച്ച് നോക്കി അന്തം വിടും. ഇത് നമ്മള് അപ്പൊ ഇതിവിടെ നിലനിൽക്കുന്നുണ്ട്, അതിന്റെ ഒപ്പമാണ് ഇവര് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ യെച്ചൂരി പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതായത് ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചിട്ടില്ല, പക്ഷെ കമ്പനികളിൽ നിന്നും സംഭാവന സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ എന്ത് പറയുന്നു ഞാൻ ചോദിക്കട്ടെ. ഇതൊക്കെ ഉമ്മൻചാണ്ടിക്ക് 5 ലക്ഷം രൂപ കൊടുത്തു, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്തു, പിണറായി വിജയന് കൊടുത്തു, കരിമണൽ കർത്ത കൊടുത്തു എന്ന് വിചാരിക്കുക. ഇതൊക്കെ 1 കോടി കൊടുത്തു, 5 കോടി കൊടുത്തു, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം വെച്ചാൽ അവർക്ക് വേണം പറയാം ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി മേടിച്ചാണെന്ന് പറയാം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മോളുടെ അക്കൗണ്ടിൽ വരുന്നത് എന്ത് പറഞ്ഞാൽ നിങ്ങൾ ന്യായീകരിക്കുക? പറഞ്ഞ മനസ്സിലായി. ആ രീതിയിലേക്കാണ് നമ്മുടെ നാട് മാറിയിട്ടുള്ളത്. ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു അഴിമതിയുടെ ഒരു. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യം പറയുമ്പോഴായാലും ഇതുപോലെയുള്ള മറ്റ് അഴിമതികളെ കുറിച്ചുള്ള വാർത്തകൾ പറയുമ്പോഴായാലും ഇത് മുഴുവൻ ഇവിടുത്തെ ED ഉപയോഗിച്ചുകൊണ്ടും അതുപോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വെപ്പണൈസേഷൻ അവിടെ നടക്കുന്നു. ED വെപ്പൺ ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല, പക്ഷെ അഴിമതി ഉണ്ടെന്നുള്ള കാര്യത്തിലും സംശയമില്ലല്ലോ. ഇല്ല, ഇതില് ED ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ED അങ്ങനെ വെപ്പണായിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇവിടെ പിണറായി വിജയനും മകളൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സമയം കഴിഞ്ഞു. പക്ഷെ അവര് തമ്മിലൊരു കൈപ്പിടുത്തുണ്ട്, അത് നമുക്ക് വളരെ വ്യക്തമാണ്. പിണറായി വിജയനും മോദിജിയും തമ്മിൽ ഒരു പാർട്ടിക്ക് ഉപരിയായുള്ള ഒരു ബന്ധമുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു പകൽ പോലെയുള്ള ഒരു രഹസ്യമാണ്, പരസ്യമാണ്. അപ്പൊ അതുകൊണ്ട് ED കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമൊന്നുമില്ല. പക്ഷെ ചില സ്ഥലത്ത് യൂസ് ചെയ്യാതെ ഇരിക്കുന്നുണ്ട്.
പിന്നെ ED എന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള ഇന്ത്യ പോലുള്ള സ്ഥലത്ത് അങ്ങനെ നമ്മൾ വിശ്വസിക്കുക വയ്യ. ഇതൊക്കെ ടൂള് തന്നെയാണ്, അതിൽ ആരും സംശയമൊന്നുമില്ല. ഇതിലിപ്പോൾ ഇവർക്ക് എനിക്ക് തോന്നുന്നത് BJP EDയെ ഉപയോഗപ്പെടുത്തിയതിൽ ഫണ്ട് പിരിച്ചതൊക്കെ കറക്റ്റാണെന്ന് വെച്ചിട്ട് അതൊക്കെ ഗുണമാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് ഫണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു, കുറെ കമ്പനികൾ പോയി റെയ്ഡ് ചെയ്യുകയും അതൊക്കെ അവർക്ക് ഗുണം ചെയ്തെങ്കിലും ഈ മദ്യവുമായി വ്യാപാരവുമായി ബന്ധപ്പെട്ട ഡൽഹിയിൽ അവർ ചെയ്തതിൽ അവർക്ക് ദോഷമാണ് ഉണ്ടായിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതൊരു പകപോക്കലായിട്ട് തന്നെ ജനങ്ങൾ എടുക്കാൻ പറ്റും. കാരണം ഇവർക്ക് ജയിക്കാമായിരുന്നു അല്ലാതെ തന്നെ. ഇതിലെന്താ ചെയ്തത്, ഇലക്ഷൻ കാലത്ത് അത് ചെയ്തപ്പോൾ പ്രത്യേകിച്ചും ഈ കജ്രിവാൾ എന്ന് പറഞ്ഞ കക്ഷി 2013 കാലത്ത് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം വരുന്നത് അഴിമതിക്കെതിരെയാണ്. ഗുഡ് ഗവേൺസ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ 2020 നമ്മുടെ നേതാവായ സാബു ജേക്കബ് പറയുന്ന രീതിയിലുള്ള രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ഇവർ വരുന്നത്. ഒരു കാർന്നേരെ പിടിച്ചിട്ട് അവിടെ ഇരുത്തിയിട്ട് അതിന്റെ പിന്നിൽ നിന്നാണല്ലോ ഇവര് കംപ്ലീറ്റ് സമരം ചെയ്തിരുന്നത്. പിന്നീട് പക്ഷെ നമ്മളൊരു കാര്യമുണ്ട്, പിന്നീട് ഹനുമാന്റെ തോളിലായിരുന്നു. അതെ അതെ അതെ. അപ്പൊ ഈ അഴിമതി വിരുദ്ധരായി വന്നിട്ട് അയാൾ തന്നെ ജയിലിൽ കിടക്കുക എന്ന് പറയുമ്പോൾ അയാളെ വേറെ മറ്റു കാര്യങ്ങളിൽ ഇതുപോലെ പിടികൂടപ്പെട്ട് ചെറിയ ചെറിയ കേസുകളിൽ സംശയാലുവാക്കപ്പെട്ട ആളായിരുന്നെങ്കിൽ ആളുകൾ വിശ്വസിക്കുമായിരുന്നു. ഇതാണ്ട് സമയം കിട്ടുന്നില്ല ആളുകൾക്ക്. ഒട്ടും തന്നെ മദ്യവ്യാപാരത്തിൽ കാശൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവർക്ക് ഗോവയിൽ മത്സരിക്കാൻ പറ്റുമായിരുന്നില്ല എന്നുള്ളതൊക്കെ റീസൺ ഉണ്ട് അതിൽ. പക്ഷേ ഇത് അയാളെ അങ്ങോട്ട് അഴിമതിക്കാരനായിട്ട് അംഗീകരിക്കാൻ കുറച്ച് സമയം. ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു തുറുപ്പ് ചീട്ടാണ്, ഒരു ട്രംപ് കാർഡ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മളുടെ BJP ഇറക്കിയ ഒരു സംഗതി അവർക്കും അറിയാം. അവർ മണ്ടന്മാരല്ലല്ലോ, മീൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ല, ഏകാധിപതികൾക്ക് കൃത്യമായിട്ട് ജനങ്ങളുടെ പൾസ് പറയാൻ. അതുകൊണ്ട് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അതല്ല, അതായത് അഥവാ അവരുടെ കയ്യിൽ കൃത്യമായ തെളിവോ കാര്യങ്ങളോ ഉണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള, അതായത് അഴിമതി വിരുദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉയർന്നു വന്നുകൊണ്ട് എന്നിട്ട് അവർ അഴിമതി കാണിക്കുന്നു എന്നുള്ള സംഗതി അവിടെ തെളിയിക്കാനായാൽ അത് ഭാവിയിൽ ആര് തന്നെ ഇതുപോലെ ഉയർന്നു വന്നാലും അവർക്കെതിരെ ഉപയോഗിക്കാനുള്ളൊരു ആയുധം കൂടിയല്ലേ ഇതിലൂടെ പുറത്തു. അങ്ങനെ ആയിരിക്കും. പക്ഷെ ഇവർക്ക് പറ്റിയെന്ന് വെച്ചാൽ ഇത് 2 ആഴ്ച കഴിഞ്ഞാലും ഇത് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നത്. അതെ, ആഫ്റ്റർ ദി ഇലക്ഷൻ ഇത് നിങ്ങൾ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് എന്ന് പറയുന്ന സാധനം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇന്ത്യയെ പറ്റി വികസിത രാഷ്ട്രങ്ങളിൽ പറയുന്നത് ഇലക്ട്രൽ ഓട്ടോക്രസി എന്നാണല്ലോ ഇപ്പോൾ പറയുന്നത്. തെരഞ്ഞെടുപ്പിലൂടെ ഉള്ള ഒരു ഏകാധിപത്യം. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്തായാലും ശരി, നമ്മൾ ഈ ഇലക്ട്രൽ എന്നൊരു പ്രോസസ്സ് ഉള്ളതുകൊണ്ട് ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് നിർബന്ധമാണ്, ലെവൽ കറക്റ്റ് ആയിരിക്കും. എന്തുകൊണ്ടാണ് ഈ നമ്മൾ പറഞ്ഞ ഈ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ പറയുന്ന ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്ന സാധനത്തിന് പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് ഭയങ്കര അഭിപ്രായം വരാനെന്നാണ് കാരണം. BJP കൊണ്ടുവന്നിട്ട് പോലും അഭിപ്രായം വരാൻ കാരണം വെച്ചാൽ അവിടെ ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഉണ്ടാവണം എന്നുള്ളതുകൊണ്ടാണ്. എനിക്കുള്ള അതേ നിയമം തന്നെ എൻ്റെ അപ്പുറത്തുള്ള വീട്ടിൽ ഉള്ള ആൾക്കും, അല്ലാണ്ട് അയാൾ ഏതെങ്കിലും കുന്നുംപുറത്ത് താമസിക്കുന്ന ആളല്ല, തൊട്ടയൽപ്പക്കത്തുള്ള ആൾക്കും അതേപോലെ തന്നെ കിട്ടണം, അവകാശങ്ങൾ കിട്ടണം എന്നുള്ളത്, ഇക്വാലിറ്റി വേണം എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. ഇതാണ് ലെവൽ പ്ലേയിങ് വേണം. ലെവൽ പ്ലേയിങ്ങിലേക്ക് കൊണ്ടുവരും. അവിടെ മനുഷ്യ അവകാശ നിഷേധം പോലെയോ ഏതോ തരത്തിലുള്ള എന്തോ ഒരു അഴിമതി കാണിക്കുന്ന പോലെയോ എന്തോ ഒരു തരത്തിലുള്ള ക്രൂരത പ്രവർത്തിക്കുന്ന പോലെയോ ജനങ്ങൾക്ക് ഫീൽ ചെയ്യും. ഈ ഫീലിംഗ് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ 7 സീറ്റും ഇവിടെ പോവും, പഞ്ചാബിലെ മൊത്തം സീറ്റും BJPക്ക് ഒന്നും കിട്ടാത്ത ഒരു സ്ഥിതിയിലേക്ക് ഇനി പോകും. ഇത് വഴി കാരണം ഇവർക്കൊരു 400 സീറ്റ് വരെ കിട്ടാവുന്ന തരത്തിലായിരുന്നു ഇവരുടെ ബിൽഡപ്പ്. സീറ്റ് താഴോട്ട് പോണതാണ്, താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇലക്ഷൻ എത്രയും കൂടുതൽ കഴിയുകയാണ് ഇവർക്ക് നല്ലത്, അല്ലെങ്കിൽ ഇവർക്ക് ഉള്ളത് മുഴുവൻ പോകും. അത് ശരിയാണ്. അതായത് അങ്ങനെ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ ജനാധിപത്യത്തിന് വലിയൊരു ഭീഷണി, ജനാധിപത്യത്തിന്റെ ടൂൾസിന് അതിന്റെ മൂർച്ച കളയുന്ന പരിപാടിയായിട്ടോ അതല്ലെങ്കിൽ അതിനെ കൊടുക്കുന്ന ആ തരത്തിൽ ഇതിനെ മാറ്റുമ്പോൾ പല്ല് നഖമൊക്കെ കൊഴിക്കുന്ന ഒരു പണി, ഒരു ഗുണ്ടായിസം അതിനകത്തേക്ക് ഇറക്കുന്നു. അതാണ്. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇലക്ഷന്റെ പിറ്റേ ദിവസമാണെങ്കിൽ പോലും വോട്ടെണ്ണ കഴിയേണ്ട കാര്യമില്ല. ഇലക്ഷൻ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണെങ്കിൽ പോലും ഇത് പ്രശ്നമില്ലായിരുന്നു. ഇനി ഒരു റീ ഇലക്ഷനിലേക്ക് പോകുന്ന തരത്തിൽ ഇത് കൊണ്ടെത്തിച്ചാലും കുഴപ്പമില്ലായിരുന്നു, ഒരു പ്രശ്നമില്ല. കാരണം അത് ഞാൻ പറഞ്ഞിരിക്കും, ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പൊതുസമൂഹത്തിന്റെ മുന്നിൽ അതൊരു വലിയ വിഷയമാണ്.
അപ്പൊ അതൊരു ഒരു നമ്മൾ എനിക്ക് തോന്നുന്നു വരുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ ഇപ്പൊ രാജസ്ഥാനിലെ സ്ഥിതി പോലും മാറി എന്നാണ് പറയുന്നത്. രാജസ്ഥാനിലൊക്കെ മൊത്തം സീറ്റും BJPക്ക് അനുകൂലമാണെന്ന് എഴുതി വെച്ചിരുന്ന സാധനമാണ്. പക്ഷെ ഇപ്പോഴത്തെ അഭിപ്രായ പോൾസൊക്കെ നമ്മുടെ ഇവിടുത്തെ പോളല്ല കേട്ടോ. ഇവിടുത്തെ മനോരമ നടത്തുന്ന പോൾ പറഞ്ഞാൽ അവിടെ ഉള്ള ആളോട് ഫോൺ വിളിച്ച് ചോദിക്കുന്ന പരിപാടിയല്ല. അവിടെ തന്നെ നടത്തുന്ന പോളുകളിൽ കൃത്യമായിട്ട് ഇത് വരുന്നുണ്ട്. ഈ മോദിയുടെ ജനപ്രീതി, പിന്നെ ഈ പൂജാരിക്കുള്ള ജനപ്രീതി, അദ്ദേഹത്തിന്റെ പൂജ, രാമക്ഷേത്രത്തിൽ നടത്തിയുള്ള പൂജ, പ്രാണപ്രതിഷ്ഠ, അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അഭിപ്രായം ഉണ്ടാക്കാനൊക്കെ ഇടയായിട്ടുണ്ട്. അദ്ദേഹത്തിന് വിശ്വഗുരു എന്നുള്ള ഇമേജ്, എല്ലാ ഇമേജ് ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, അത് ആര് ചെയ്താലും അതിലൊരു പുരോഗതി ഉണ്ട്. കാരണം സനാതന ധർമ്മത്തിന് എതിരാണ് ചെയ്തത്. അതെ, ഒരു OBC-കാരൻ ലൈക്ക് നമ്മുടെ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തി എന്ന് പറയുന്ന പോലത്തെ സാധനമാണത്. ഒരു OBC-കാരൻ ഈ ബ്രാഹ്മണരൊക്കെ നിൽക്കേ അദ്ദേഹം ചെയ്തു എന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് ഒരു ഇമേജ് അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. രാമക്ഷേത്രം വന്നു എന്നുള്ളത് ഒരു പ്രശ്നമാണ്. വരാൻ പാടില്ലായിരുന്നു. വന്നാൽ പിന്നെ രാഷ്ട്രീയമായി കൂടല്ല. ഇത് കൊണ്ടുവരും ഇവരിതിനെ എതിർക്കുന്നു എന്ന് പറഞ്ഞു വേണം വോട്ട് മേടിക്കാൻ. ഇത് കിട്ടിയോടുകൂടി പിന്നെ ആളുകൾ കഴിഞ്ഞു. ആ പ്രശ്നം അവിടെ ചർച്ചാവിഷയമല്ലാതായി പോവാണ്. എപ്പോഴും അത് അവിടെ ഒരു പടി അകലത്തിൽ നിർത്തി മോഹിപ്പിച്ച് വോട്ട് മേടിക്കേണ്ടതായിരുന്നു. അല്ല, അതിപ്പോ രാമക്ഷേത്രം പണി മാത്രമല്ല, അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാബരി മസ്ജിദ് പൊളിക്കുന്നിടത്തും ആ പ്രശ്നമുണ്ട്. പൊളിച്ചപ്പോഴും പ്രശ്നമുണ്ട്. പക്ഷെ പൊളിച്ചാലും വേറൊരു കാര്യമുണ്ട്. അവിടെ ഇത് പണിയാന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. അതൊരു പ്രശ്നമായിരുന്നു. അപ്പൊ ആ കോടതി വിധി വന്നപ്പോ അവിടെ വേറൊരു കുഴപ്പമായി. ഇനിയിപ്പോ ഇനിയിപ്പോ അതുമില്ല. പണിതപ്പോ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അതൊരു തെരഞ്ഞെടുപ്പ് വിഷയം അല്ലാതായി. അവര് ഇപ്പൊ എന്താ അവിടെ സ്ഥിതി? എല്ലാ സ്ഥലത്തു നിന്നുള്ള ഫ്ലൈറ്റുകളും അവിടേക്കായി. അതെ, ഇന്നൊരു ഡെസ്റ്റിനേഷനാണത്, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. കോടിക്കണക്കിന് റുപ്യ വരുമാനമുള്ള ഒരു സ്ഥലമായിട്ട് മാറി. അതെ, ഏറ്റവും കൂടുതൽ ഈ പിൽഗ്രിം ആളുകൾ സന്ദർശിക്കുന്ന ഒരു പിൽഗ്രിം സെന്റർ ആയിട്ട് പോലെ അത് മാറുകയാണ് ലോകത്ത്. കോടിക്കണക്കിന് റുപ്യയുടെ വരുമാനമാണ് ആ ഗവൺമെന്റിന് അതിൽ നിന്നുണ്ടാവുന്നത്. അവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാവുന്ന അഭിവൃദ്ധി അത് നിസ്സാരമായിട്ട് നമ്മളിപ്പോ. അപ്പൊ അതുകൊണ്ട് ജനങ്ങളുടെ എല്ലാ പ്രശ്നവും കഴിഞ്ഞു. അതിൽ നിന്ന് ഒരു വോട്ട് പോലും ഈ BJP ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടാൻ പോകുന്നില്ല. കഴിഞ്ഞു. അത് പൊളിറ്റിക്കലി അത് എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം അക്കാര്യത്തിലൊക്കെ BJP ഇപ്പോഴും ഒരു അണ്ടർ എസ്റ്റിമേഷൻ ആളുകളുടെ മേത്ത് നടത്തുന്നു എന്നുള്ളത് അവിടെ നമുക്ക് കാണാനുണ്ട്. ഇവർക്ക് എപ്പോഴും ഉള്ള പോസിറ്റീവ് എന്ന് പറയുന്നത്, ഇപ്പൊ ഇവരിപ്പോ CA പോലൊരു സാധനം കൊണ്ടുവരുമ്പോൾ അതൊക്കെ ഇവരുടെ വോട്ട് പിടിക്കൽ. അവർക്കറിയാം ഇവിടെ ഒരു സെക്കുലർ സമൂഹമുണ്ട്, കപട സെക്കുലർ സമൂഹമുണ്ടെന്നും മുസ്ലിം സമൂഹത്തെ പിരികേറ്റി അവരെ കലാപത്തിലേക്ക് നയിക്കാൻ കെൽപ്പുള്ളതാണ് ആ സെക്കുലർ സമൂഹം എന്ന് ഇവർക്കറിയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് ശരിക്കും ഇവരുടെ വോട്ടിന്റെ നിർണ്ണയിക്കുന്ന സാധനം. അതാണ് സെക്കുലറിസ്റ്റുകളെ ഇവരൊരു സാധനം ഇട്ട് കൊടുത്താൽ മതി. സെക്കുലറിസ്റ്റുകൾ ഇപ്പൊ ഒരു കേരള സ്റ്റോറി സിനിമയായാലും ശരി, അത് എവിടെയോ ആരെങ്കിലും കണ്ടുപോകേണ്ട സാധനം. ഈ ദൂരദർശൻ എന്നൊക്കെ പറഞ്ഞാല് ഈ നമ്മുടെ കാണികളുടെ ഒരു കണക്കെടുപ്പ് റേറ്റിംഗ് ഉണ്ട്. ദൂരദർശന്റെ ചാനലൊന്നും ആരും കാണുന്നില്ല ഇപ്പൊ. റേറ്റിംഗിൽ ഇല്ലാത്തതാണ്. പിണറായി വിജയൻ പറഞ്ഞതിന് അതിലിത് വെച്ചിട്ട് അപ്പൊ ഇവർക്കറിയാം ഇവിടെ ഒരു സെക്കുലർ സമൂഹം ഇവിടെയുണ്ട്, കപട സെക്കുലർ സമൂഹമാണ്. അവര് ഇതും പറഞ്ഞ് മുസ്ലിങ്ങളെ എരിവ് കയറ്റി അത് കുഴപ്പമുണ്ടാക്കിക്കോളും, ഞങ്ങൾക്ക് ഹിന്ദുക്കളെ ഏകീകരിക്കാനും വോട്ടിന്റെ രീതിയിലേക്ക് ഗുണം ചെയ്യാനും അത് കുറച്ച് ഉപകാരപ്പെടും എന്നുള്ളത് അവർക്കറിയാം. ഇതൊക്കെയാണ് BJPയുടെ ഏറ്റവും ഇപ്പോഴും മുസ്ലിമായി ബന്ധപ്പെട്ട കേസ് തന്നെയാണ് BJPക്ക് ഉള്ള ഏറ്റവും വലിയ ശക്തി. നമ്മളിപ്പോ ഇലക്ഷന്റെ ചർച്ച അന്താരാഷ്ട്ര ചർച്ചയ്ക്കാണ് പോയത്. ഇത് ഇലക്ഷനെ ബാധിക്കുന്ന വിഷയമാണല്ലോ. പിന്നെ ഇവിടെ ഈ BJPക്ക് വോട്ടിന്റെ കാര്യത്തില്, പോൾ ചെയ്യപ്പെടുന്ന വോട്ടിന്റെ കാര്യത്തില് ഹമാസ് ഇസ്രായേൽ യുദ്ധം പോലും ഘടകമാണ്. തർക്കമൊന്നുമില്ല. നമ്മുടെ ഈ കഴിഞ്ഞ കുറച്ച് സ്റ്റേറ്റുകളിൽ നടന്നിട്ടുള്ള ഇലക്ഷനില് ഇതൊരു വിഷയമായിരുന്നു. ഹമാസിന് കോൺഗ്രസ് കൊടുക്കുന്ന പിന്തുണ എന്നുള്ള രീതിയിൽ വന്നിട്ട് അവരുടെ വോട്ട് പോയിട്ടുണ്ട്. നമ്മളിതില് ചർച്ച ചെയ്യപ്പെടാതെ പോയ 2 മണ്ഡലങ്ങളുണ്ട്. ഒന്ന് കാര്യമായിട്ട്, അതൊന്ന് നമ്മളുടെ തൃശ്ശൂർ മണ്ഡലവും അതുപോലെ തന്നെ തിരുവനന്തപുരമാണ്. നമുക്ക് ഈ തൃശ്ശൂർ മണ്ഡലത്തിനെ പറ്റി പറഞ്ഞപ്പോൾ BJP അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ശരിക്കും നമ്മുടെ ഈ ചർച്ച നമ്മുടെ അടുത്ത ഘട്ടത്തിലായിരിക്കും ഇത് കൃത്യമായിട്ട് വരിക. കാരണം നമ്മുടെ ഈ സർവേ എടുക്കാൻ പോയ ഒരാൾ വരാനുണ്ട്, റിജു ഇപ്പോൾ സർവേയിലാണ്. അപ്പോൾ സർവേ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി സാമ്പിൾസ് കൂടുതലെടുത്ത് നടത്തുന്ന സർവേയാണ്. 2 രീതിയിൽ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവർ ഈ പൊതുജനങ്ങൾ വന്നു ചേരുന്ന ഇടങ്ങളിൽ എടുക്കുന്നു, ഇപ്പോൾ ബസ് സ്റ്റാൻഡ് അതുപോലുള്ള സ്ഥലങ്ങൾ എടുക്കുന്നു. അപ്പോഴൊന്നും നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെടുത്താൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകളും കുട്ടികളും എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് അറിയാൻ കഴിയില്ല. അപ്പോൾ അവർ പക്ഷേ അങ്ങനത്തെ പുറത്തുള്ളതൊക്കെ എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ അവരെടുത്തുകൊണ്ടിരിക്കുന്നത്
വീടിനകത്തേക്കുള്ളതാണ്. അതുകൂടി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ശരിക്കുള്ളത് പുറത്തു വിടാൻ കഴിയുള്ളൂ. അപ്പം നമ്മുടെ അടുത്ത ഘട്ടത്തിൽ പുള്ളി വന്നു കഴിഞ്ഞാൽ പുള്ളി കഴിഞ്ഞാൽ ഇത് ഞാൻ പറയുന്നേക്കാളും ഇതായിട്ട് കുറച്ചും കൂടി ആൾക്ക് പറയാൻ കഴിയും. എനിക്കിപ്പോൾ ഈ തൃശ്ശൂരത്തെ ഒരു ഇതിൽ പറയണമെന്ന് വെച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടാണ്. കഴിഞ്ഞ 2019 കിട്ടിയ വോട്ട് 2,93,000 വോട്ട് അദ്ദേഹം പിടിച്ചു എന്നുള്ളതാണ്. അന്ന് LDF-ന് 3,21,000. അപ്പോൾ വെറും 30,000 വോട്ടിന്റെ ഡിഫറൻസിലാണ് ഇവർ തമ്മിൽ നിൽക്കുന്നത്. UDF ആണെങ്കിൽ 4,15,000 വോട്ട്, 93,000 വോട്ടിന്റെ ഭൂരിപക്ഷം അവർക്കുണ്ടായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, തൃശ്ശൂര് സുരേഷ് ഗോപി നിന്നപ്പോൾ UDF-ന്റെ വോട്ടുകൾ അതിനു മുമ്പ് കിട്ടിയ വോട്ടുകൾ അതേപോലെ നിൽക്കുകയും LDF-ന്റെ വോട്ടുകളിൽ വലിയൊരു വിഭാഗം ആളുകൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് ഈ 2,93,000 വോട്ടിൻ്റെ ഇതിൽ വന്നത്. അതിനുശേഷം സുരേഷ് ഗോപി ഇവിടെ രണ്ടാമത് നിൽക്കുമ്പോഴുള്ള അദ്ദേഹത്തിനുള്ള പ്ലസ് പോയിന്റുകൾ ഒരുപാടാണ്. ഒന്ന്, കഴിഞ്ഞ തവണ ആൾ നിൽക്കുമ്പോൾ അദ്ദേഹം ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള തോന്നിയ ആളുകൾ വളരെ കുറവാണ്. ഇപ്പം അതല്ല. കാരണം 2 തവണ ഈ മോദിയുടെ വരവ് ഇനിയും വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു വലിയ ഫാക്ടറാണ്. പിന്നെ കഴിഞ്ഞ തവണ കോൺഗ്രസിന് അനുകൂലമായിട്ട് വലിയൊരു ഘടകം എന്ന് പറയുന്നത് ശബരിമല മാത്രമല്ല, അവർ ചിലപ്പോൾ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടെന്നുള്ളതായിട്ടുള്ള കേരളത്തിലെ ആളുകളുടെ ബോധ്യം കൂടിയുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഒരു ഇത് കൂടി ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പം ഇല്ലാത്തതുകൊണ്ട്. പിന്നെ മറ്റൊരു അപ്പോൾ അതുകൊണ്ട് അത്തരം രീതിയിലേക്ക് UDF-ന് വോട്ട് പിടിക്കാൻ കഴിയില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ UDF-ന്റെ വോട്ട് കുറയുന്നത് എവിടെയാണ് കിട്ടേണ്ടത് എന്നുള്ളതാണ് പിന്നെ ഒരു കുറച്ച് 2% കുറഞ്ഞു നിൽക്കുക. ഈ 2% വോട്ട് ആർക്കാണ് കിട്ടുക എന്നുള്ളതാണ്. അവിടെ കിട്ടുന്നതെന്ന് വെച്ചാൽ കേരളത്തിലെ ഭരണം ഭയങ്കര പരാജയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കേരള ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു പോളിംഗ് കൂടി ഉണ്ടായിരിക്കും. ആ പോളിംഗ് ശരിക്കും UDF-നാണ് കിട്ടേണ്ടത്. അപ്പോൾ UDF-ന്റെ കുറച്ച് ഇപ്പോൾ ശബരിമല ഫാക്ടർ ഇല്ല, രാഹുൽ ഫാക്ടർ ഇല്ല, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ അധികാരം പിടിക്കുമെന്നുള്ള ഫാക്ടറും ഇല്ല. അതുകൊണ്ട് അവർക്ക് കുറയുന്ന വോട്ടുകൾ ഈ ഭരണവിരുദ്ധ വികാരം കൊണ്ട് കൂടുതൽ കിട്ടേണ്ടതാണ്. പക്ഷെ ആ സ്ഥലത്ത് അത് അർഹതപ്പെടാൻ ഒരു സ്ഥാനാർത്ഥി കൂടി ഉണ്ട്. കാരണം BJP-ക്കും കിട്ടാൻ മതി. അപ്പോഴാണ് ഇദ്ദേഹം മുകളിലേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്നു, ഇവിടുന്ന് കിട്ടുന്നു. അപ്പോൾ ഇതിനെ തടയാൻ മാത്രമുള്ള ഒരു കാൻഡിഡേറ്റ് ആണോ സുനിൽ എന്നുള്ളതാണ്. സുനിൽ ഒരു 2-3 തവണ MLA ആയുള്ള വ്യക്തിയാണ്. തൃശ്ശൂരിന്റെ ലോക്സഭാ മണ്ഡലങ്ങളിൽ തന്നെ ആൾ അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. പിന്നെ കൃഷിമന്ത്രിയായിരുന്നു. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ ആൾക്ക് വലിയ സ്വാധീനമുണ്ട്. അത് നിങ്ങൾ ഏത് സമുദായമായാലും അദ്ദേഹത്തിന് നല്ല ഒരു ബന്ധം, ഒരു വ്യക്തിപ്രഭാവം ഉണ്ടെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് അങ്ങനെ ഒരു വർക്കിംഗ് അറിയാം, ഒരു പ്രതാപനിസം ഉണ്ട് അതിൽ. ഇങ്ങനെ പിടിക്കുന്ന ഒരു രീതി പുള്ളിക്കുണ്ട്. എല്ലാവരെയും ഈ കോൺഗ്രസ്സുകാർക്കുള്ള ഒരു രീതിയാണ്, അത് കോപ്പി അടിച്ചുള്ളതാണ് സുനിലിന്. അപ്പൊ ഇതെല്ലാവരും അങ്ങനെ കുട്ടിപ്പിടിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഈ 3 സ്ഥലത്ത് മത്സരിച്ചപ്പോഴും ആൾക്ക് ആഴത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ചോർന്നതുപോലെ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ ചോരാനുള്ള യാതൊരു സാധ്യതയില്ല. അപ്പോൾ പിന്നെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ആരുടെ ഒപ്പാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾ നമ്മൾ പറഞ്ഞ വ്യക്തിയൊക്കെ ഓക്കെ, പക്ഷെ രാഷ്ട്രീയം എന്താണ്? അത് പിണറായിക്ക് ജയ് വിളിക്കുന്ന രാഷ്ട്രീയമാണല്ലോ. ആണെങ്കിൽ പോകും. അത് ഞാൻ പറഞ്ഞത് കരുവന്നൂർ ബാങ്ക് എന്ന് പറയുന്ന ഒരു വലിയൊരു വിഷയം അവിടെയുണ്ട്. ഈ കരുവന്നൂരിന്റെ വിഷയത്തിൽ സുനിലിന് അഭിപ്രായമില്ല. സുനിലിന് അഭിപ്രായം പറയാൻ പറ്റില്ല. സുനിലിന് അഭിപ്രായം പറഞ്ഞാൽ സുനിൽ പെട്ടു. പിന്നെ LDF-ന്റെ വോട്ടൊക്കെ ചോരും. സിദ്ധാർത്ഥൻ കൊല്ലപ്പെട്ടു. ആ വിഷയത്തിൽ സുനിലിന് അഭിപ്രായം ഉണ്ടാവില്ല. അഭിപ്രായപ്പെട്ടാൽ സുനിൽ പെട്ടു. കരുവന്നൂർ എന്ന് പറയുന്നത് ഈ ഭാഗത്ത് തന്നെയാണല്ലോ. അതെ. അപ്പോൾ അവിടെ അതിൽ ഒരു നിശബ്ദത പാലിച്ചാൽ സ്വാഭാവികമായിട്ടും അത് ഒന്ന് പറഞ്ഞില്ല നെഗറ്റീവാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ എത്ര ബന്ധങ്ങൾ വെച്ചാലും ശരി ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ കഴിയും. ഇപ്പൊ കരുവന്നൂർ ബാങ്കിന്റെ ഇരകൾ, ആ ഇരകൾക്ക് പൈസ തിരിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പ് പറയുന്ന ആളിപ്പോൾ സുരേഷ് ഗോപി ആയിട്ട് മാറിയിരിക്കുകയാണ്. പുള്ളി അവിടെ ജാഥ നടത്തൽ പറ്റുന്നതൊക്കെ ആയിട്ട് അവിടെ ജനങ്ങളുടെ വിശ്വാസം ആൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇയാൾ വെറുതെ നിൽക്കുകയാണ് ഇവിടെ, എന്നാലും ജയിക്കാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ചിട്ട് വോട്ട് ചെയ്യാത്ത കുറേ ആളുകളുണ്ടായിരുന്നു. അവർ പ്രശ്നം ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ റെഡിയാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ മത്സരം BJP UDF ആയിട്ട് മാറുകയാണ്. ശരിക്കും BJP LDF ആയിട്ട് മാറേണ്ടതാണ്. പക്ഷെ രാഷ്ട്രീയം
സംസ്ഥാന രാഷ്ട്രീയം സുനിലിന്റെ പാർട്ടിക്ക് അല്ല സുനിലിന്റെ മുന്നണിക്ക് എതിരായതുകൊണ്ടാണ് ഇവർ തമ്മിൽ തന്നെ മത്സരമായത്. ഇപ്പോഴത്തെ ഘട്ടത്തിൽ ആര് സർവേ എടുക്കുമ്പോഴും കാണുന്നത് 3-ാം സ്ഥാനത്താണ് സുനിലിനെ കാണുന്നത്. പക്ഷെ സുനിലിന്റെ പ്രവർത്തനങ്ങളും മറ്റൊന്നും നോക്കുമ്പോൾ സുനിലാണ് 1-ാം നമ്പർ നമുക്ക് തോന്നും. പോസ്റ്ററിന്റെ എണ്ണത്തിലാണ് കേട്ടോ അങ്ങനെ നോക്കുമ്പോൾ. അപ്പൊ സുനിലിന്റെ വിജയം വളരെ പരിതാപകരമായ ഒരു പ്രവചനമായിട്ട് വരും. അങ്ങനെ ഞാൻ ആളാണ് ജയിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കത് ഫുള്ളായിട്ട് ചെയ്യാൻ കഴിയില്ല. അന്ന് ഇപ്പോഴും ഏറ്റവും കൂടുതൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയുന്ന ഒരു ഭാഗം ഇത് തന്നെയാണ് മുരളീധരനല്ല. ഇവർ ഈ 3 പേര് കൂടിയിട്ട് തുല്യശക്തികളായിട്ട് നിൽക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു അല്പം വോട്ട് കൂടി അപ്പം അപ്പുറത്ത് വേറെ പ്രശ്നമാകും. അങ്ങനെ ഇത് എണ്ണുമ്പോൾ രസമായിരിക്കും. പണ്ട് കഴിഞ്ഞ നിയമസഭയിൽ ഇതുപോലെ മത്സരിക്കാൻ സുരേഷ് ഗോപി ഉണ്ടായിരുന്നു തൃശ്ശൂര്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളാണ് അവിടെ ജയിച്ചത്. CPIയുടെ കാൻഡിഡേറ്റാണ് അവിടെ ജയിച്ചത്. പാലക്കാട് പോലും വിചാരിച്ചിട്ടില്ല. കാരണം അങ്ങനെയാണെങ്കിൽ 3 പേർക്ക് പങ്കുവയ്ക്കുമ്പോൾ വരിക. ഇനി ഇവരുടെ റിപ്പോർട്ട് റിജുവിന്റെ റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ പറയാൻ കഴിയും. തിരുവനന്തപുരത്തെ കുറിച്ചാണ്. തിരുവനന്തപുരത്ത് ഈ പറഞ്ഞ വ്യക്തിപ്രഭാവമാണ് അവിടുത്തെ ഒരു പ്രധാന ഒരു വിഷയമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം 1 ലക്ഷത്തോളം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. എന്നാൽ എനിക്കിപ്പോഴും തോന്നുന്നത് ശശി തരൂരിൻ്റെ ഒരു വ്യക്തിപ്രഭാവത്തിന് തന്നെ ആയിരിക്കും അവിടെ വോട്ട് മുൻതൂക്കം എന്ന് പറയുന്നത്. ഈ രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ അത്ര വലിയ ഇതിലെങ്കിലും വന്നു കഴിഞ്ഞപ്പോൾ ഒരു വലിയ ഭീഷണി അതിന് ഉയർത്താൻ കഴിയുന്നുണ്ട്. പിന്നെ പന്ന്യൻ എന്ന് പറഞ്ഞ കക്ഷി, ഈ പന്ന്യൻ നിർത്തിയതുകൊണ്ടുള്ള ഗുണം എന്താ അറിയാം, എലക്ഷനെ വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണുന്നുണ്ടെന്നുള്ള ഒരു മെസ്സേജ് LDFന് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ജയിക്കാൻ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. മുമ്പ് ഇവര് ഒരു അപ്രധാനമായ സ്ഥാനാർത്ഥിനെ CPIക്കാർ പണം വാങ്ങി മത്സരിച്ചിട്ടൊരു സ്ഥലമുണ്ട് അവിടെ. ഒരു കാലം ഉണ്ടായിരുന്നു. അത്രയ്ക്കും ഇവര് വിട്ടുകളഞ്ഞൊരു സീറ്റായിരുന്നു ഇത്. ഒരു സ്ഥാനാർത്ഥിനെ നിർത്തിയിട്ടുള്ളൊരു ഏതാവും ഉയർന്ന് എനിക്കറിയില്ല. ജയശങ്കറിനെ പോലെ നല്ല ഓർമ്മയുണ്ടെങ്കിൽ ഇതൊക്കെ പറയാം. അങ്ങനെ വരെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ അതിൽ നിന്ന് ആ പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ 2,58,000 വോട്ട് പിടിക്കാൻ LDFന് കഴിഞ്ഞു എന്ന് പറയുന്നത് വലിയ വിജയമാണ്. 3-ാം സ്ഥാനം ആണെങ്കിൽ പോലും അതൊരു നല്ല വോട്ടിന്റെ ബലത്തിൽ ഒരു 2.5 ലക്ഷം വോട്ടിന്റെ ബലത്തിൽ നിലനിർത്താൻ LDFന് കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരിക്കലും ഒരു നിലയ്ക്കും അവർ രണ്ടാമത് പോലും ആവാൻ പോകുന്നില്ല. പിന്നെ ശശി തരൂരിന്റെ വിജയത്തിനുള്ള ഏറ്റവും പ്രധാന വ്യക്തിപ്രഭാവം തന്നെയാണ്. ഇറ്റ്സ് എ ജീനിയസ് എന്നുള്ളൊരു രീതി ആളുകളുടെ ഇടയിലുണ്ട്. പിന്നെ കോൺഗ്രസിൽ തന്നെ അദ്ദേഹമാണ് പ്രസിഡന്റ് ആവണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ പോലും നമ്മുടെ നാട്ടിലുണ്ട്. അദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയിട്ട് ഉയർത്തി കാണിച്ചാൽ കോൺഗ്രസിൽ കുറച്ചുകൂടി മുന്നേറാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. പിന്നെ ഈ പുതിയ വോട്ടർമാരുടെ ഇടയിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ ആരാധനയോടെ നോക്കുന്ന ഒരു വ്യക്തിയാണ് ശശി തരൂർ. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ, ഇതൊക്കെ അവർ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ആരാധനയൊക്കെ വോട്ടായിട്ട് ഒരുപക്ഷെ ഒരു പ്രതിപക്ഷ നേതാവായിട്ടെങ്കിലും അടുത്ത മന്ത്രിസഭയിൽ സാധ്യതയുള്ള ഒരു ആള് തന്നെയാണ്. അത് തന്നെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ തിരുവനന്തപുരത്ത് അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയില്ല. പിന്നെ ഒരു സാധ്യതയുള്ള സ്ഥലം ഇപ്പൊ പറയുന്നത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ട. പക്ഷെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി അതങ്ങോട്ട് പോരാ. അത് എന്തുകൊണ്ടെന്ന് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് തോന്നുന്നല്ലേ. അതുകൊണ്ട് മാത്രമല്ല, അത് ഈ പൊതുസമൂഹത്തിന് ചില അവരുടെ കുറെ ടാബൂസ് ഉണ്ട്. അതായത് ആന്റണിയുടെ മകൻ അങ്ങനെ പോകാൻ പാടില്ലായിരുന്നു എന്നുള്ള അങ്ങനെയൊക്കെയുള്ള ചില സാധനങ്ങളുണ്ടല്ലോ. കുരുത്തം കെട്ടു. അത് അങ്ങനെയാണ്. കാരണം ഇയാൾ ചിലപ്പോൾ അടുത്തത് അവിടെ കുഴപ്പമുണ്ടാവില്ല. കാരണം ആളുകൾക്ക് അത് രീതി ശരിയായി, അയാൾക്ക് BJP ആയല്ലോ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ആളുകൾ ഇങ്ങനെ, ഞാൻ പറയുന്നത് കോൺഗ്രസ്സുകാരുടെ കാര്യമല്ല പറയുന്നത്, ഈ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ മതിപ്പുണ്ടാക്കാൻ അനിൽ ആന്റണിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു അവസാനമായിട്ട് എൻ്റെ ഒരു സംശയമാണ്, ഈ നമ്മുടെ രാഹുൽ ഗാന്ധി വയനാട് ഇപ്പോഴും ഉണ്ടല്ലോ. രാഹുൽ ഗാന്ധിക്കെതിരെ എന്തിനാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥി വെക്കുന്നത്? അതിന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് നിലപാടുള്ള കക്ഷികളല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു സാധനം തെരുവിൽ കൊണ്ടിട്ട് വിൽക്കുകയാണ്. അപ്പം അത് വിറ്റ് പോകാൻ വേണ്ടി എന്തൊക്കെ പറയാം അത് പറയലാണ് അവരെ പണി. അല്ലാണ്ട് അവർക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല, നിലപാടില്ല, ഒരു നിലപാടുമില്ല. അത് ഇവിടെ രാഹുൽ ഗാന്ധിയെ പറ്റിയിട്ട് എന്തൊരു വളരെ മോശം ഇതൊക്കെ പറയുന്നത്. എന്താണ് പറയാ, അദ്ദേഹത്തെ ആകെ എല്ലാ BJPക്കാരാണ് സ്ഥിരമായിട്ട് പറയുന്നത്. അതന്നെ ഇവരും പറയും, പപ്പുമോൻ ഇത് തന്നെ പറഞ്ഞിട്ട്
ഇതേ ഫോട്ടോ വെച്ച് അവിടെ വോട്ട് മേടിക്കും. അതെ. എവിടെ ഇവിടെ അതുപോലെ ഇവരെ കാല് പിടിച്ചിട്ട് രാജസ്ഥാനിൽ സീറ്റ് മേടിക്കും. ഇവർക്ക് അങ്ങനെയൊന്നുമില്ല. ഇവർ കൊണ്ടുവച്ചിട്ടുള്ള സാധനം അത് അവർ ഫുട്പാത്തിലാണ് കൊണ്ടുവയ്ക്കുന്നതേ. ഒരു വലിയ കാപട്ടിയല്ലേ നമ്മള് വളർന്നു വിജയിച്ച കാപട്ടിയാണ്. അതെ, വളർന്നു വിജയിച്ച കാപട്ടിയാണ്. അതാണ് ശരിയാണ്, വിജയിച്ചു. പക്ഷെ ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നെ കാണുന്നത് നമ്മൾ ഈ ഒരു ഇന്ത്യൻ ഒരു ഭൂമികയിൽ പുതിയതായിട്ട് അല്ലെങ്കിൽ ഈ ഇലക്ഷനെ കുറിച്ചും ഇതുപോലെയൊക്കെ കാണാൻ പുതിയതായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇതുപോലെ ഒരുപാട് ആളുകൾ ഇനി വരാനില്ലേ. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര എൻഡൈസിങ് അല്ല. ഈ കാവടിയൊന്നും അവർ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അവർ നോക്കുമ്പോൾ ഇതിലെന്താ കാര്യമുള്ളത്, ഒരു നൈതികതയുടെ വിഷയം അവർ അതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഒരു തിരിച്ച് കൊള്ളുന്നൊരു സംഭവമായിട്ട് വരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ലോകത്ത് മുഴുവൻ അവർ ഇല്ലാതായത് ഇതുപോലുള്ള നയങ്ങൾ കൊണ്ടാണ്. ഇവിടെയും സ്വാഭാവികമായിട്ട് ഇല്ലാണ്ടാവും. പക്ഷെ ഒരു സാധനത്തിന് ഇല്ലാണ്ടാവണമെങ്കിലും കുറച്ച് സമയം വേണം. അതാണ് അതിന്റെ കാര്യം. ഇപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇവര് കൊണ്ടുവരുന്ന ഈ പ്രൊഡക്റ്റ് ഈ ഫുട്പാത്തിൽ കൊണ്ടുവച്ചിരിക്കുന്നു. ഇത് ഇവിടെ ഒരുപാട് പേര് പോകുന്നുണ്ട്. അത് വിറ്റ് പോകാൻ അപ്പൊ പറയുന്ന കാര്യം അങ്ങോട്ട് പറയണം. അത്രേ ഉള്ളൂ. അല്ലാണ്ട് അവർക്ക് അങ്ങനെ വേറെ ഐഡിയാസ് ഒന്നുമില്ല. എന്താണുള്ളത്, അവര് ഏതെങ്കിലും അവർക്ക് BJPയുടെ ഒപ്പം കൂടാനും അവർക്കൊരു യാതൊരു പ്രശ്നമില്ല. അത് കൂടിയിട്ടുണ്ടല്ലോ. ഇപ്പൊ VP സിംഗിന്റെ മന്ത്രിസഭ നിലനിന്നിരുന്ന ഇവർ ഒരുമിച്ചാണല്ലോ. അത് നമുക്ക് അറിയുന്ന കാര്യമല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ. പിന്നെ നമ്മൾ ഈ BJPയിൽ നിന്ന് ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നത് മുസ്ലിം ഭൂരിപക്ഷ ഭാഗങ്ങളിലും മുഴുവൻ ഇവിടുത്തെ രാഷ്ട്രീയം എന്താണെന്നറിയോ, ആ ഒറ്റ രാഷ്ട്രീയം, ഒരു രാഷ്ട്രീയം ഇതൊന്നും പറയത്തില്ല. മോദിയുടെ രാഷ്ട്രീയം ഒന്നും പറയുന്നില്ല. അതെ, കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്താൽ അവർ BJP പോകും. ഇതല്ലാതെ വേറൊന്നും ഇപ്പോ കാരണം നിങ്ങൾക്ക് അപ്പൊ വോട്ട് കിട്ടാൻ എന്താണ് പറയാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ സുധാകരൻ എന്ന് പറയുന്ന ഇപ്പൊ കണ്ണൂർ സർവേ എടുത്തപ്പോ ഉണ്ടായുള്ള സംഭവം, അവിടുത്തെ മുസ്ലിം ജനങ്ങളുടെ ഇടയിൽ മുഴുവൻ പറഞ്ഞിട്ടുള്ള സംഭവം അതാണ്. അതന്നെ അവരും പറയുന്നത്. സുധാകരന്റെ ഏറ്റവും ഈസി ആയിട്ട് ജയിക്കേണ്ട ഒരു കാൻഡിഡേറ്റ് ആണ് സുധാകരൻ. കണ്ണൂരിന്റെ ഒരു രീതി അനുസരിച്ച് കണ്ണൂർ ഒരു UDF മണ്ഡലമാണ്, ജയിക്കേണ്ട ആളാണ്. പക്ഷെ ഇപ്പോൾ ആൾ സ്ട്രഗിൾ ചെയ്യാണ് ഈ ഒറ്റ വിഷയത്തിൽ. കാരണം ഇവർക്ക് ഞാൻ പറഞ്ഞല്ലോ വിജയിച്ച തന്ത്രങ്ങളാണ് ഇതൊക്കെ. ഇപ്പൊ ഇവരവിടെ പറഞ്ഞുള്ളത് ഇതാണ്. ഇയാൾ പണ്ട് ശാഖയ്ക്ക് കാവല് നിന്നുണ്ടായിരുന്നു, ഇതൊക്കെ ഇയാളെ ഒരു പ്രസ്താവന എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് ഇയാൾ BJPയിൽ പോകുന്നു പറഞ്ഞിട്ട് മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ അത് മാത്രമേ പറയുന്നുള്ളൂ. മറ്റൊരു ഇന്റർവ്യൂവിലും പറയുന്നതായിട്ട് കേട്ടു. അതായത് എന്താണ് BJPയിൽ ചേരുമോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ നിലവിൽ ചേരില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഭാവിയിൽ അത് പറയാൻ പറ്റില്ല. ആളകരുത്ത ഒരാളൊന്നല്ല. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ പക്ഷെ ഇവർക്ക് അങ്ങനെ പറഞ്ഞ് അവിടെ ജയിക്കാൻ അതാണ് സാധ്യത എന്ന് വെച്ചാൽ അത് പറയണം. ഇത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഈ നമ്മൾ ബംഗാളിലെ ഒരു വോട്ടിംഗ് നില നോക്കിയാൽ കോൺഗ്രസ് ശോഷിച്ചു. അതിന്റെ കാരണം എന്താണ്? കോൺഗ്രസിൽ നിന്ന് ആളുകളൊക്കെ ദീദിയിലൊപ്പം പോയി. നമുക്കറിയാൻ പറ്റുന്ന കാര്യമാണ്. കുറെ പേരെ തല്ലുക അവരങ്ങോട്ട് പോയി. BJP എന്ന് പറഞ്ഞൊരു കക്ഷി ഇവിടെ 45% വോട്ടുണ്ടായിരുന്ന CPM 10 താഴെ ശതമാനം ആവുകയും ആ ഡിഫറൻസ് മുഴുവൻ BJPയിലാണ് പോയിട്ടുള്ളത്. BJPയിലേക്ക് പോയിട്ടുള്ളത് CPM നിന്നാണ് BJPയിൽ എല്ലാ സ്ഥലത്തും പോയിട്ടുള്ളത്. അല്ലാണ്ട് ഇപ്പൊ വേറെ ആളെ ബ്രഹ്മാവോടെ സൃഷ്ടിച്ചിട്ടൊന്നല്ലോ BJPക്ക് ഈ ആളുണ്ടായിട്ടുള്ളത്. ഈ മമത കൊണ്ടുപോയത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് കൺവെർട്ട് ചെയ്യായിരുന്നു നമുക്കറിയാവുന്ന കാര്യമാണ്. കുറച്ച് പേര് മാത്രമേ കോൺഗ്രസിൽ ഇപ്പോൾ ബാക്കിയുള്ളൂ. അത് അങ്ങോട്ട് രൂപം മാറി TMC. TMCയിലേക്ക് CPMന്റെ ആരാ പോയെന്നറിയോ? സന്ദേശ് ഗരിയിലുള്ള ആളാണ്. അതുപോലത്തെ ഗുണ്ടകൾ മാത്രമാണ് പോയത്. ഷാജഹാൻ അയാളെ പോലുള്ള ആളുകൾ മാത്രമാണ് അവർ പോയത് TMCയിലേക്ക് പോയത്. അപ്പോൾ BJPയിലേക്ക് ഏറ്റവും പോയത് ഇയാൾ തന്നെ. ഇപ്പൊ ഈ എന്തുകൊണ്ട് ഒരു മെർമു എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട്. 2019 പുള്ളി നേരിട്ടിട്ട് MLA ആയിരിക്കുമ്പോൾ CPM ടിക്കറ്റിൽ MLA ആയിരിക്കുമ്പോൾ നേരെ മത്സരിക്കുകയും ചെയ്തത്. BJP ടിക്കറ്റിൽ മത്സരിക്കുകയും ചെയ്തത്. ഇപ്പൊ ഒരു പെൺകുട്ടീനെ ചുംബിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇലക്ഷൻ പ്രചാരണത്തിന്റെ ഇടയിൽ ചുംബിച്ചു എന്ന് പറഞ്ഞിട്ട് പുള്ളി പുലുവല്ല വിട്ടുവിടും. അത് CPMന്റെ ആളാ. അപ്പൊ ഇതൊക്കെ ഇതിലൊരു കാര്യം നമ്മൾ മനസ്സിലായത്. ഈ BJPയിലേക്ക് പോയി എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് ഉയർത്തിയാൽ അങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകൾ പോയിട്ടുള്ളത് CPM ഇതാണ്. അല്ല മാത്രമല്ല ഈ എന്തിനാണ് കോൺഗ്രസ് BJP പോകുന്നതിന്റെ കാരണം? കോൺഗ്രസിന് ബദലായി ഒരു പാർട്ടി BJPയാണ്. BJPക്ക് ബദലായിട്ട് കോൺഗ്രസ് ആയതുകൊണ്ടാണ് പോകുന്നത്. നിങ്ങൾ CPMൽ പോയാൽ നിങ്ങൾ വേറെ വഴിയും കൂടെ അത് BJPയിൽ തന്നെ എത്തും. കാരണം അവർക്ക് വേറെ പ്രശ്നമില്ല. ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ BJP ആയിട്ട് ചേർന്ന് നിൽക്കേണ്ട ഒരു ഘട്ടം വന്നാൽ CPM ചെയ്തിട്ടുണ്ട്. പുറത്തുനിന്ന് പിന്തുണയ്ക്കും. അങ്ങനെയാണ് VP സിംഗിന്റെ ഗവൺമെന്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ CPMൽ പോയാൽ ഒരിക്കലും BJPക്ക് എതിരാവാൻ പോകുന്നില്ല.
കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോകുന്നതിന്റെ കാരണം കോൺഗ്രസ് BJPയും അത് എതിരാണ്. അത് രണ്ട് ആശയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതുകൊണ്ടാണ്. രണ്ട് ആശയങ്ങളാണ്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യമൊക്കെ ആണെങ്കിലും നമ്മളുടെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിൽ അതൊരു അനൗചിത്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അതെന്താ സംഭവം വെച്ചാലേ അവരെന്തിനാണ് നിന്നതെന്ന് നമുക്കറിയില്ല. ജ്ഞാനരാജയെ പോലെ ഉള്ള ഒരു പ്രഗത്ഭമതിയായ അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ ആദരണീയ വ്യക്തിത്വമുള്ള ഒരു സ്ത്രീ അദ്ദേഹത്തെ ആ സ്ത്രീയെ അവിടെ കൊണ്ടുവന്ന് നിർത്തി പരിതാപകരമായ രീതിയിൽ പരാജയപ്പെടുത്തേണ്ട യാതൊരു കാര്യവും കാര്യമില്ല. എന്താ ആ മറ്റേ കക്ഷി തന്നെ മതിയായിരുന്നു. ഏത് ഗണപതി വട്ടം ഉണ്ടാക്കുമ്പോൾ അവര് തമ്മിലായിക്കോട്ടെ, അങ്ങനെ അതിന് ഓപ്പൺ ഫൈറ്റ് ഇട്ട് കൊടുക്കല്ലേ നല്ലത്. പക്ഷെ വേറെ കാര്യമുണ്ട്, രണ്ടാമത്തെ കക്ഷിയായിട്ട് BJP മാറുന്ന ഒരു സ്ഥിതി വരും അവിടെ. അത് പൊളിറ്റിക്കലാണ്. അത് നമുക്ക് അതിനെ നമ്മൾ ഈ ഫുട്പാത്ത് കച്ചവടമായിട്ട് പറയാൻ പറ്റില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള സ്ഥലമില്ലാണ്ട് വരും. ഇപ്പോൾ 2020 സ്ഥാനാർത്ഥികൾ എന്തുകൊണ്ടാണ് ഇവിടെ രണ്ട് സ്ഥലത്തും വന്നത്? അവർക്ക് ഞാൻ ഉദ്ദേശിച്ചത് ചാലക്കുടിയിലും എറണാകുളത്തും എന്തുകൊണ്ട് നിന്നു? ഒരു കാരണം അവർക്ക് ഇത്ര ശതമാനം സ്ഥാനാർത്ഥികളെ നിർത്തണം എന്നുള്ളതുകൊണ്ട് അവരുടെ പാർട്ടി എന്നുള്ള രീതിയിൽ അവർക്ക് ഇത്ര ശതമാനം മിനിമം 2 പേരെങ്കിലും മത്സരിപ്പിക്കണം എന്നുള്ളത് ഒരു കാരണമാണ്. എന്നാൽ അതേപോലെ തന്നെയാണ് അവർക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉണ്ടെന്ന് അവർ മുമ്പ് അറിഞ്ഞിട്ടുണ്ട്. 7 സീറ്റ് സ്ഥാനാർത്ഥികൾ നിർത്തിയപ്പോൾ. അപ്പോൾ അവര് ആർക്ക് വോട്ട് ചെയ്യും? അവരവരുടെ പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി അവർ നിർത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയുള്ളൂ ഇവര് ഈ ചെയ്യുന്നതല്ല. അപ്പൊ അങ്ങനെ അത് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അത് കടുംപിടുത്തത്തിലേക്ക് പോകാതിരിക്കുക നല്ലത്. അല്ല, ഞാൻ അതിലെ ഒരു നൈതികത പറഞ്ഞതേ ഉള്ളൂ. നൈതികതയുള്ള ഒരു നൈതികതയും കമ്മ്യൂണിസം തമ്മിൽ ബന്ധമില്ല. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ചരിത്രത്തിൽ നീതി പുലർത്താത്ത ഒരു ആശയമാണ്. അത് ബോധ്യപ്പെടാൻ തന്നെയാണ്. ചരിത്രത്തോട് നീതി പുലർത്താത്ത, ചരിത്രത്തിൽ വ്യക്തികളോട് നീതി പുലർത്താത്ത, മനുഷ്യരോട് നീതി പുലർത്താത്ത ഒരു ആശയമാണ് മാർക്സിസം ലെനിനിസം. ഓക്കെ, അപ്പോൾ വലിയ കാറ്റ് എന്തായാലും വലത്തോട്ട് തന്നെയാണ് വീശുന്നത്. വലത്ത് എന്ന് പറയാൻ പറ്റില്ലല്ലോ, സെൻട്രൽ ലെഫ്റ്റ് ആണ് അത്. ഇടത്ത് അല്ലെങ്കിൽ പിന്നെ BJPക്ക് ആണെന്ന് വെച്ചാൽ വലതും, കോൺഗ്രസിന് അനുകൂലമാണെങ്കിൽ സെൻട്രൽ ലെഫ്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരിക്കലും അവരെ വലത് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഏറ്റവും വലത് വലതുവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നത് CPM ആണ്. അതെ. അപ്പോ നമുക്ക് എന്തായാലും ഇന്നിവിടെ അടുത്ത ദിവസം തന്നെ നമ്മുടെ സർവേയുടെ അടിസ്ഥാനത്തിൽ ചർച്ച നമുക്ക് നടത്താം. ഇവിടെ തന്നെ കൂടാം. ഓക്കെ, എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നന്ദി.